നമസ്കാരം. സേഹ സേഫ്റ്റി എൻവയോൺമെന്റൽ ആൻഡ് ഹെൽത്ത് അക്കാഡമി പാഴൂർ നടത്തുന്ന ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റൽ പ്രാക്ടീഷണേഴ്സിൻ്റെ ട്രെയിനിങ്ങിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സേഫ്റ്റിയെ പറ്റിയും അതിൻ്റെ ആവിർഭാവത്തെപ്പറ്റിയും അതിൻ്റെ നാൾ വഴികളെപ്പറ്റിയും എല്ലാം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയർ സേഫ്റ്റിയെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം എന്താണ് ഫയർ. ഒരു ഫയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ള നഷ്ടങ്ങൾ എന്തൊക്കെ എന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഇൻഡസ്ട്രി അതല്ലെങ്കിൽ അവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരുടെ ഒരുപാട് സ്വപ്നങ്ങളാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം, ഒരാളുടെ പിഴവ് മൂലം, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെ കുറവ് മൂലം ഒരു പിടി ചാരമായി മാറുന്നത്. ഇവരുടെ എല്ലാം സ്വപ്നങ്ങൾ ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം ചാരമായി മാറുകയാണ്. അതുകൊണ്ട് അവിടെ വ്യക്തമായ ശക്തമായ തയ്യാറെടുപ്പുകൾ, പ്രിക്കോഷൻസ് എടുക്കാതിരുന്ന ഫയർ സംഭവിക്കും. സാധാരണ നമ്മൾ പറയാറുണ്ട് ഫയർ ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കണം. ഓവറോൾ സേഫ്റ്റി ഒരു ഇൻഡസ്ട്രിയുടെ ഓവറോൾ സേഫ്റ്റി ഒരു സേഫ്റ്റി പ്രാക്ടീഷണറുടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് എല്ലാ സേഫ്റ്റി പ്രാക്ടീഷണേഴ്സും അതിനെപ്പറ്റി വ്യക്തമായി ധാരണ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മളിവിടെ കവർ ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം എന്താണ് ഒരു ഫയർ. Fire is a rapid oxidation of materials in the exothermic chemical process of combustion, releasing heat, light and various reaction products. അപ്പോൾ ഫയർ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഡെത്ത് ത്രൂ സ്മോക്ക് ഇൻഹലേഷൻ ആൻഡ് ബേൺസ്. ഒരു ഫയർ സംഭവിച്ചു കഴിഞ്ഞാൽ അനവധി പേർ മരിക്കുന്നത് സ്മോക്കിലൂടെയാണ്. ഓക്സിജൻ കിട്ടാതെ, ശ്വാസം കിട്ടാതെ മരിക്കും. അതിനുശേഷമാണ് പലരും ബേണായി മാറുന്നത്. ഡാമേജ് ടു പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഡാമേജ് ടു ബിൽഡിംഗ്, ബിസിനസ് ഡിസ്റപ്ഷൻ, loss of business contracts and jobs, loss of reputation, low staff morale, environmental damage from ashes, smoke, firefighting waste water. നമുക്ക് നോക്കാം. നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ ഒരു ട്രയാങ്കിൾ? ഇതിനെ പറയുന്ന പേരാണ് ഫയർ ട്രയാങ്കിൾ. ഒരു ഫയർ സംഭവിക്കണമെങ്കിൽ 3 എലമെൻറ്റുകൾ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ ജോയിൻ ആവണം, മിക്സ് ആവണം. അതാണ് ഫ്യൂവൽ, ഓക്സിജൻ ആൻഡ് ഹീറ്റ്. നമുക്ക് ആദ്യം ഫ്യൂവലിനെ പറ്റി നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു ബേസിക് സ്റ്റേറ്റ്സ് ഓഫ് ദ മാറ്റർ എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഒരു ഫയർ സംഭവിക്കണമെങ്കിൽ ഉണ്ടാവുന്ന ആ ഫ്യൂലുകൾ ഈ 3 ഏതെങ്കിലും സ്റ്റേറ്റിലായിരിക്കാം. ഉദാഹരണം വുഡ്, പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത്സ്, കോൾ, ഇതെല്ലാം ഒരു സോളിഡ് ഫ്യൂവലിന് എക്സാമ്പിളാണ്. അതേപോലെ പെട്രോൾ, ഡീസൽ, കറോസിൻ, പെയിന്റ്, സോൾവെൻസ്, ഇത്തരം സാധനങ്ങളൊക്കെ ലിക്വിഡ് ഫ്യൂവലിന് ഉദാഹരണങ്ങളാണ്. അതേപോലെ ഗ്യാസ് ഫ്യൂവൽസിന് ഉദാഹരണങ്ങളാണ് LPG, ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ, അസറ്റിലിൻ, ഹൈഡ്രജൻ തുടങ്ങിയ ഗ്യാസുകൾ. ഇതിലേതെങ്കിലും ഒരു ഫ്യൂവൽ, അതിൻ്റെ കൂടെ ഓക്സിജൻ ആൻഡ് ഹീറ്റ്, ഇത് 3ഉം കൂടെ ജോയിൻ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഫയർ സംഭവിക്കും. ഒരു സ്പാർക്ക് മതി, ഒരു ചെറിയ ഒരു സ്പാർക്ക് മതി ഇത്തരം സാധനങ്ങൾക്ക് ഫയർ പിടിക്കാൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു കൺസെപ്റ്റാണ് ഫയർ ടെട്രാഹെഡ്രോൺ. നേരത്തെ നമ്മൾ പറഞ്ഞു ഫയർ ട്രയാങ്കിൾ. അതിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ്. അതായത് ഫ്യൂവൽ, ഓക്സിജൻ, ഹീറ്റ്, പിന്നെ ഒരു ചെയിൻ റിയാക്ഷൻ അവിടെ നടക്കണം. ഈ 3 കാര്യങ്ങളും ഈ 4 കാര്യങ്ങളും ഉണ്ടായ അവിടെ ഒരു സംഭവിക്കുമെന്നാണ് മറ്റൊരു കൺസെപ്റ്റ്. പക്ഷേ ഇന്നും ഇതിൻ്റെ പ്രമുഖമായ കൺസെപ്റ്റ് ഈ ഫയർ ട്രയാങ്കിളാണ്. എല്ലാ സ്റ്റാൻഡേർഡുകളും, അധികം സ്റ്റാൻഡേർഡുകളും, മിക്ക സ്റ്റാൻഡേർഡുകളും ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ഫ്യൂവൽ, ഓക്സിജൻ, ഹീറ്റ്, ഈ 3 കോമ്പണൻറ്റ് വേണം ഫയർ ഉണ്ടാവാൻ. നമുക്കൊരു കാര്യം ചെയ്താൽ മതി. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ
ഒരു ഫയർ അണയ്ക്കാൻ ഈ ഫയർ ട്രയാങ്കിളിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ ഇല്ലാതാക്കിയാൽ മതി, എലിമിനേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ഫയർ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു വെയർ ഹൗസിൽ കുറേ മരങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്, അതിന് തീ പിടിച്ചു. നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ചുറ്റുവശങ്ങളിലുമുള്ള മരങ്ങളെല്ലാം എടുത്തൊഴിവാക്കി. പിന്നെ ആ തീ സ്പ്രെഡ് ചെയ്യാൻ അവിടെ ഒരു ഫ്യൂവലില്ല, അങ്ങനെ അതെന്താവും? എക്സ്റ്റിങ്ക്വിഷ് ആവും, പുട്ട് ഔട്ട് ആവും. അതേപോലെ നമുക്ക് ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് സ്റ്റാർവേഷൻ എന്ന് പറയും. റിമൂവിങ് ദ ഫ്യൂവൽ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാർവേഷൻ. അതേപോലെ ഓക്സിജൻ നമുക്കില്ലാതാക്കാം. ഒരു തീ പിടിക്കാത്ത എന്തെങ്കിലും ഒരു കവർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച്, ഒരു ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് നമ്മൾ ആ ഫയറിൻ്റെ മേലെ ഇതുകൊണ്ട് മറയ്ക്കുന്നു. അങ്ങനെ അതിന് ഓക്സിജൻ കിട്ടാതെ അതെന്ത് സംഭവിക്കും? ആ ഫയർ നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് സ്മോദറിങ്, റിമൂവിങ് ദ ഓക്സിജൻ. അതേപോലെ നമ്മൾക്ക് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു മെഴുകുതിരി നമ്മൾ കത്തിച്ചു വയ്ക്കുന്നു. അതിൻ്റെ മേലെ ഒരു ഗ്ലാസ് ഇൻവേർട്ടഡ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ പ്ലേസ് ചെയ്യുന്നു, നമ്മൾ കമഴ്ത്തി വയ്ക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഫയർ കെട്ടുപോകും. അത് എന്തുകൊണ്ട് കെട്ടുപോകുന്നു? അവർക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. അതേപോലെ ഹീറ്റ്, ഇപ്പോൾ ഹീറ്റ് വേണം, ഒരു പെർട്ടിക്കുലർ ലെവൽ ഹീറ്റ് വേണം എന്തിന്? ഫയർ ഉണ്ടാവണമെങ്കിൽ. അത് നമ്മൾ ഒരു സ്പാർക്കിലൂടെ ആവാം, അതല്ലെങ്കിൽ മറ്റ് പല രീതിയിലും അതിൻ്റെ ആ പെർട്ടിക്കുലർ റേഞ്ച് ഹീറ്റ് എത്തിക്കഴിഞ്ഞാൽ അതിന് തീ പിടിക്കുന്നതാണ്. നമുക്ക് നോക്കാം ഈ സ്പാർക്ക് വരുന്ന വഴികൾ. സാധാരണ ഇൻഡസ്ട്രികളിൽ സ്പാർക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഓപ്പൺ ഫ്ലെയിംസ്, മാച്ചസ്, ഹോട്ട് വർക്ക്സ്, വെൽഡിംഗ്, ടോർച്ചസ്, ഇതിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാവും? ഓപ്പൺ ഫ്ലെയിമുകൾ ഉണ്ടാവും. സ്മോക്കിംഗ്, electrical sparking sources, overheating of surfaces due to excessive temperature, hot surfaces, spontaneous ignitions, spark from grinding, drilling or other tools, static electricity, friction, arson, deliberately, purposefully ഒരാൾ തീ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ആർസൺ എന്ന് പറയുന്നത്. ഇങ്ങനെയെല്ലാം എന്ത് സംഭവിക്കാം? സ്പാർക്ക് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ഇത്തരം സ്പാർക്ക് ഉണ്ടാവാതിരിക്കാൻ പ്രോപ്പർ ഫയർ ഇൻസ്പെക്ഷൻ, സേഫ്റ്റി ടൂൾസ് അല്ലെങ്കിൽ സേഫ്റ്റി സർവേ നടത്തി അത്തരം സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. അത് നമ്മൾക്ക് ഇനി വരുന്ന കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് ചില ടേമുകളെ പറ്റി പഠിക്കാം. ഫ്ലാഷ് പോയിന്റ്. വാട്ട് ഈസ് എ ഫ്ലാഷ് പോയിന്റ്? Flash point is the lowest temperature at which sufficient vapor is given off to flash, ignite momentarily when a source of ignition is applied. അതായത് സാധാരണ ഇത് ലിക്വിഡ് ഫേസിലുള്ള സാധനങ്ങൾക്കാണ് ഈ ഫ്ലാഷ് പോയിന്റ് പറയാറ്. ഒരു ലിക്വിഡിന് ഒരിക്കലും തീ പിടിക്കില്ല, ഒരു പെട്രോൾ ഒരിക്കലും തീ പിടിക്കില്ല. തെറ്റിദ്ധരിക്കരുത്, അത് ആ ലിക്വിഡ് ഫേസിൽ പിടിക്കില്ല. അത് ഗ്യാസ് ഫോമിലേക്ക് മാറുന്ന സമയത്താണ് അതിന് തീ പിടിക്കുന്നത്. ഗ്യാസിനാണ് തീ പിടിക്കുന്നത്. അങ്ങനെ ഒരു ലിക്വിഡ് അതിനെ വേപ്പർ പൊസിഷനിലേക്ക്, ഗ്യാസ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ട മിനിമം ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലാഷ് പോയിന്റ്. ഉദാഹരണം, പെട്രോൾ പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനമാണ്. കാരണം അതിൻ്റെ ഫ്ലാഷ് പോയിന്റ് -40 ഡിഗ്രിയാണ്. -40 ഡിഗ്രിയിൽ അതെന്ത് ചെയ്യും? ഗ്യാസ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് പെട്രോളിന് പെട്ടെന്ന് തീ പിടിക്കുന്നത്. അതേസമയത്ത് ഡീസലിന് അത്ര പെട്ടെന്ന് പിടിക്കുന്നില്ല. കാരണം അതിൻ്റെ ഫ്ലാഷ് പോയിന്റ് എത്രയാണ്? +40 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടേമാണ് ഓട്ടോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ചില സാധനങ്ങൾ ഒരു പെർട്ടിക്കുലർ ലെവൽ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് വേണ്ട? ഒരു സ്പാർക്കിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അതെന്ത് ചെയ്യും? തീ പിടിക്കും. അതിന് പറയുന്ന പേര്, ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ഓട്ടോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ. അതേപോലെ ചില മെറ്റീരിയൽ ഉണ്ട്, ഓട്ടോ ഇഗ്നൈറ്റബിൾ മെറ്റീരിയൽസ് ഉണ്ട്. ഫയർ പോയിന്റ്, ഒരു ഫയർ സംഭവിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ടെമ്പറേച്ചറിന് നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞു. അതേപോലെ ആ ഫയർ സസ്റ്റെയിൻ ചെയ്യാൻ, നിലനിൽക്കാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ ലെവൽ ടെമ്പറേച്ചർ വേണം. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫയർ പോയിന്റ്. നമ്മൾ
ഫ്യൂൽ നമ്മളിപ്പോൾ പല രീതിയിൽ കണ്ടു. പെട്ടെന്ന് തീ പിടിക്കുന്നത്, സാവധാനത്തിൽ തീ പിടിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും നേച്ചർ, എത്രത്തോളം പെട്ടെന്ന് തീ പിടിക്കുമോ അതല്ലെങ്കിൽ സാവധാനത്തിൽ തീ പിടിക്കുമോ, അതിന് എത്ര ലെവൽ ടെമ്പറേച്ചർ ആവശ്യമുണ്ട്, അതിനെ അടിസ്ഥാനമാക്കി പല രാജ്യങ്ങളിലും പല സ്റ്റാൻഡേർഡുകളുമുണ്ട്. നമ്മൾ ഇടപെടുന്ന ഏരിയകളായ ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, UK, അമേരിക്ക, അവിടെയെല്ലാം അവരുടേതായ സ്റ്റാൻഡേർഡുകളുണ്ട്. നമുക്ക് ആദ്യം UK സ്റ്റാൻഡേർഡിലേക്കൊന്ന് പോകാം. UK HSE, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ്, ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എക്സിക്യൂട്ടീവ്. നമ്മൾ നേരത്തെ ഒരു HSE പഠിച്ചിരുന്നു, ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ്. അതല്ല, അത് സേഫ്റ്റിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മൊത്തത്തിൽ പറയുന്ന പേരാണ്. ഇത് HSE, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ്. ഇത് UK ഗവൺമെന്റിനെ സേഫ്റ്റി കാര്യങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗവൺമെന്റ് ബോഡിയാണ്. അവർ മെറ്റീരിയൽസിനെ അതിന്റെ തീ പിടിക്കുന്ന ആ ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. എക്സ്ട്രീംലി ഫ്ലെയിമബിൾ, ഫ്ലാഷ് പോയിന്റ് ലെസ് ദാൻ 0 ഡിഗ്രി സെന്റിഗ്രേഡ്, ബോയിലിംഗ് പോയിന്റ് ലോവർ ദാൻ ഓർ ഈക്വൽ ടു 35 ഡിഗ്രി സെന്റിഗ്രേഡ്. ഹൈലി ഫ്ലെയിമബിൾ, ഫ്ലാഷ് പോയിന്റ് ബിലോ 21 ഡിഗ്രി സെന്റിഗ്രേഡ്, വിച്ച് ആർ നോട്ട് എക്സ്ട്രീംലി ഫ്ലെയിമബിൾ. അത് ഇതിൽ ഉൾപ്പെടുത്താത്ത 21 ഡിഗ്രി, അതായത് 21 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയിലുള്ളത്. ഫ്ലെയിമബിൾ, ഫ്ലാഷ് പോയിന്റ് ബിറ്റ്വീൻ 21 ഡിഗ്രി ആൻഡ് 55 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇങ്ങനെയാണ് UK ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് US, അമേരിക്കയിൽ നോക്കാം. അമേരിക്കൻ ഗവൺമെന്റിന്റെ സേഫ്റ്റി കാര്യങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി അമേരിക്കയിലെ ലേബർ മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു ബോഡിയാണ് എന്ത്, OSHA. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കമ്പ്യൂസ്റ്റബിൾ ലിക്വിഡ്സ്, any liquid having a flash point at or above 140 degree Fahrenheit and below 200 degree Fahrenheit. ഇത് ഫാരൻഹീറ്റിൽ പറഞ്ഞതുകൊണ്ടാണ് ഇത്ര വലിയ സംഖ്യയായത്. അതിന് സെന്റിഗ്രേഡ് അല്ലെ സെൽഷ്യസിലേക്ക് മാറ്റിയത് ഇവിടെ ഉണ്ട്. ഫ്ലെയിമബിൾ ലിക്വിഡ്സ്, any liquid having a flash point below 140 degree Fahrenheit and having a vapor pressure not exceeding 40 psi. ഇവിടെ നിങ്ങൾ നോക്കൂ, രണ്ട് സ്റ്റാൻഡേർഡുകളുണ്ട്. രണ്ടും ഓഷയിൽ നിന്ന് തന്നെയാണ്. ഓഷയ്ക്ക് രണ്ട് ബ്രാഞ്ചുകളുണ്ട്. ഒന്ന് CFR 1926, അത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് CFR 1910, അത് ജനറൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. അവർ രണ്ടുപേരും ഒരേ ഓഷയുടെ രണ്ട് ബ്രാഞ്ചുകളാണ്. അവർ രണ്ടുപേരും ഇതിനു വേണ്ടി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ സോഴ്സുകളെയാണ്. അതുകൊണ്ടാണ് ആ ചെറിയ വ്യത്യാസം അവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ചില മെറ്റീരിയൽസിന്റെ ഫ്ലാഷ് പോയിന്റുകളെ പറ്റി ഒന്ന് നോക്കാം. ബ്യൂട്ടൈൻ -7 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. നിങ്ങൾ ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, സെന്റിഗ്രേഡ് ആൻഡ് ഫാരൻഹീറ്റ് മാറിപ്പോയത്. UK-യിലെല്ലാം സെന്റിഗ്രേഡ് ഓർ സെൽഷ്യസ് ആണ് ഉപയോഗിക്കുന്നത്. ഡീസൽ +40, പെട്രോൾ -40. പെട്രോളും ഡീസലും തമ്മിൽ ഫ്ലാഷ് പോയിന്റിൽ 100 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ഈ ഒരു ഗ്യാസ് തീ പിടിക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ പെർസെൻറ്റേജ് എന്ത് വേണം, മെറ്റീരിയൽ ഉണ്ടായിരിക്കണം, എങ്കിലേ തീ പിടിക്കുള്ളൂ. അതിന് ആ മിനിമം ക്വാണ്ടിറ്റിയെ നമ്മൾ LEL എന്ന് പറയും, ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. അതേപോലെ ഒരു പെർട്ടിക്കുലർ ലെവലിനേക്കാൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തീ പിടിക്കില്ല. അതിനെ പറയുന്ന പേരാണ് UEL, അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. അപ്പം ഒരു ഫ്ലെയിമബിലിറ്റി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LEL-നും UEL-നും ഇടയിലുള്ളതാണ്. LEL ഒരു പെർട്ടിക്കുലർ ലെവൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലേ തീ പിടിക്കുള്ളൂ. കാരണം അതിന് തീ പിടിക്കണമെങ്കിൽ അത്രയും വേണം. പിന്നെ ഒരു പെർട്ടിക്കുലർ ലെവൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, UEL-ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് തീ പിടിക്കുന്നില്ല? നമ്മൾ നേരത്തെ പറഞ്ഞു, തീ പിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഫ്യൂവൽ, ഓക്സിജൻ ആൻഡ് ഹീറ്റ്. ഈ സാഹചര്യത്തിൽ അതിന് തീ പിടിക്കാൻ വേണ്ട ഓക്സിജൻ അവിടെ ഇല്ല. അതാണ് കാരണം. ഒരു ജനറൽ തമ്പ് ഓഫ് റൂൾ ഉണ്ട്, തീ പിടിക്കണമെങ്കിൽ മിനിമം 16% ഓക്സിജൻ പ്രസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുന്ന സമയത്ത് അത് തീ പിടിക്കാൻ വേണ്ട ഓക്സിജൻ ലെവൽ അവിടെ ഇല്ലാതായി പോകുന്നു. അതുകൊണ്ടാണ് തീ പിടിക്കാത്തത്.
ഒരു സേഫ്റ്റി പ്രാക്ടീഷണേഴ്സ് അറിഞ്ഞിരിക്കണം എന്താണ് LEL, എന്താണ് UEL. ചില ഗ്യാസുകളുടെ LEL-ഉം UEL-ഉം നമുക്കൊന്ന് പരിശോധിക്കാം. മീഥെയിൻ LEL 5%, UEL 15%, propane 2.2%, UL 9.5%, hydrogen 4%, UL 75%, butane LEL 1.8, UL 8.4%, hydrogen sulfate H2S. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു. കോഴിക്കോട് വെച്ച് ഒരു മാൻഹോളിലേക്ക് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ഇറങ്ങി അവൻ മറിഞ്ഞു വീണപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി നൌഷാദ് എന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഇറങ്ങുകയും അവനവിടെ മരിക്കുകയും ഉണ്ടായി. അതാണ് ഈ ഗ്യാസ് ഹൈഡ്രജൻ സൾഫൈഡ് H2S. അതിന്റെ LEL 4.3%, UEL 46%. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കും. ഇതിന്റെ ഈ LEL ആൻഡ് UEL-നേക്കാൾ പ്രാധാന്യം അതിന്റെ ടോക്സിസിറ്റിയാണ്. കാരണം ഇതിനേക്കാൾ ചെറിയ വളരെ വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ ആൾക്കാർ ഇൻഹലേഷൻ വഴി മരിച്ചു പോകും. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് LEL എന്താണ് UEL എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു തീ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഫയർ സംഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. കാരണം അതിന് ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ. എന്നാൽ ഒരു തീ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്പ്രെഡിങ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം തീ പിടിച്ച സ്ഥലത്തു നിന്ന് ടെമ്പറേച്ചർ മറ്റുള്ള സ്ഥലത്തേക്ക് ഓൾറെഡി എന്തായി പാസ്സായി കഴിഞ്ഞു, പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞു, സ്പ്രെഡായി കഴിഞ്ഞു. അങ്ങനെ സ്പ്രെഡായി കഴിഞ്ഞാൽ അവിടേക്ക് പിന്നെ ഈ തീയുടെ ഒരു അംശം എത്തേണ്ട സമയമേ ഉള്ളൂ, അത് വീണ്ടും തീ പിടിക്കും. അപ്പോൾ നമുക്ക് നോക്കാം പ്രൊപ്പഗേഷൻ ഓഫ് ദ ഫയർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ സ്പ്രെഡിങ് ഓഫ് ദ ഹീറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹീറ്റ് ട്രാൻസ്മിഷൻ ഓർ ഫയർ പ്രൊപ്പഗേഷൻ, അതിന് ഒരു മെത്തേഡാണ് കണ്ടക്ഷൻ. നമുക്കറിയാം, ഒരു സ്റ്റീൽ റോഡ് എടുത്ത് ഒരു തീയിൽ പിടിക്കുക, നമ്മൾ പിടിച്ച ഭാഗത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടും. അങ്ങനെ ഒരു മെറ്റീരിയലിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കണ്ടക്ഷൻ. ഇവിടെ നോക്കൂ, ഈ പാൻ അടിയിൽ നിന്ന് ചൂടാവുന്നു, അതിന്റെ ഹാൻഡിൽ പിടിക്കുന്ന ആൾക്ക് ചൂട് അനുഭവപ്പെടുന്നു. ഇവിടേക്ക് ഈ മെറ്റീരിയലിലൂടെ എന്ത് സംഭവിച്ചു, ഹീറ്റ് ട്രാൻസ്ഫർ ആയി. അതിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ. മറ്റൊന്നാണ് കൺവെക്ഷൻ. അതായത് ഹോട്ടർ പ്ലേസിൽ നിന്നും കൂളർ പ്ലേസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, കൺവെക്ഷൻ. ഇത് നോക്കൂ, ഈ വെള്ളം വാട്ടർ അടിയിൽ ചൂടാവുന്നു, പക്ഷെ അതിൽ നിന്ന് ടെമ്പറേച്ചർ മുകളിലേക്ക് പാസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഒരു റൂമിൽ ഫ്ലോറിൽ തീയുണ്ട്, നമുക്ക് അതിന്റെ റൂഫിലേക്ക് അതിന്റെ ടെമ്പറേച്ചർ കാണാം. അത് വാട്ടർ പ്ലേസിൽ നിന്നും കൂളർ പ്ലേസിലേക്ക് സാധാരണ വാട്ടർ ഓർ എയർ പോലുള്ള മീഡിയത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കൺവെക്ഷൻ. മറ്റൊന്നാണ് റേഡിയേഷൻ. നമുക്കറിയാം, റേഡിയേഷൻ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. പലതരത്തിലുള്ള എനർജി ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അതിന് ഹീറ്റ് എനർജിയും ഉണ്ട്. ഇങ്ങനെ ചൂടാവുന്ന ഇത്തരം സാധനത്തിൽ നിന്ന് റേഡിയേഷൻ വഴിയും ഹീറ്റ് ട്രാൻസ്ഫർ ആവാം. മറ്റൊന്നൊരു ഡയറക്റ്റ് ബേണിംഗ്. നമുക്കെല്ലാം അറിയാം, ഒരു തീ പിടിക്കുന്ന സാധനവുമായി എന്തെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് ബേണിംഗ് സംഭവിക്കാം. സാധാരണ ഫയർ ഫൈറ്റേഴ്സിന്റെ ട്രെയിനിങ്ങിന് നമ്മൾ അവരോട് എന്താണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ അവർ പറയുന്നൊരു വാക്കുണ്ട്, ഫയർ ഉണ്ടായാൽ അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്യുക എന്നത്. നമ്മുടെ പ്രൈം റെസ്പോൺസിബിലിറ്റി ആസ് എ സേഫ്റ്റി പ്രാക്ടീഷണർ, നമ്മുടെ പ്രൈം റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ പ്രിവെൻഷനാണ്. ഫയർ വരാതെ അതിന് ഒരു ചാൻസ് കൊടുക്കാതെ നമ്മുടെ ഇൻഡസ്ട്രിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈം റെസ്പോൺസിബിലിറ്റി. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു ഫയർ പ്രാക്ടീഷണറെ, ഒരു ഫയർ ഫൈറ്ററെ റെസ്പോൺസിബിലിറ്റികൾ: ഒന്ന് ഫയർ പ്രിവെൻഷൻ, രണ്ടാമത്തേത് ഫയർ ഉണ്ടായാൽ അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്യുക, മൂന്നാമത്തേത് അവിടെയുള്ള മറ്റുള്ള ആൾക്കാർക്ക്
ബുദ്ധിമുട്ട് വരാതെ അവരെ സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള ചാൻസ് കൊടുക്കാൻ അവരെ അലേർട്ട് ചെയ്യുക, എമർജൻസി ടീമിൻ്റെ സഹായം വേണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ വിളിക്കുക, അവിടെയുള്ള ജനങ്ങളെ സേഫായിട്ട് അസംബ്ലി പോയിന്റിലേക്ക് സേഫ് വഴിയിലൂടെ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. നമുക്കിനി ഫയർ പ്രിവെൻഷനെ പറ്റി ഒന്ന് നോക്കാം. ഫയർ പ്രിവെൻഷൻ മെയിൻലി കീപ് ദ 3 എലമെന്റ് ഓഫ് ഫയർ അപ്പാർട്ട്: ഫ്യൂൽ, ഓക്സിജൻ ആൻഡ് ഹീറ്റ്. ഒരു ഫയർ ഉണ്ടാവാൻ ഈ 3 സാധനങ്ങൾ, 3 എലമെൻറ്റുകൾ വേണമെന്ന് നമ്മൾ പഠിച്ചു. അതിന് 3നെയും പർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ മിക്സ് ആയെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, അത് തീ പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനങ്ങനെ മിക്സ് ആവുന്ന ഒരു സംവിധാനത്തിൽ നിന്നും ഇല്ലാതാക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫയർ പ്രിവെൻറ്റ് ചെയ്യാം. എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ദ സ്റ്റോറേജ് ഓഫ് ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്. ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡസ്ട്രിയിൽ അത്യാവശ്യമുണ്ടെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം സ്റ്റോർ ചെയ്യുക. കൺട്രോൾ ഓഫ് ഇഗ്നീഷൻ സോഴ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്പാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇഗ്നീഷൻ സോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഷോർട്ട് സർക്യൂട്ട്സ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും സ്റ്റാൻഡേർഡായിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പർ ഇൻസ്പെക്ഷൻ ചെയ്ത് അത് ഉറപ്പുവരുത്തുക. കൺട്രോൾ സ്മോക്കിംഗ് ആൻഡ് സ്മോക്കിംഗ് മെറ്റീരിയൽസ്. എല്ലാ ഇൻഡസ്ട്രികളും എന്താണ്, സ്മോക്കിംഗ് ബാൻഡാണ്, നോ സ്മോക്കിംഗ് ഏരിയകളാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഗുഡ് ഹൗസ് കീപ്പിംഗ്. നമുക്കറിയാം, തീ പിടിക്കാൻ സാധ്യതയുള്ള ട്രാഷുകൾ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ, പുവർ ഹൗസ് കീപ്പിംഗ് ആണെങ്കിൽ അവിടെ തീ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ സ്പാർക്ക് വന്നാൽ തീ പിടിക്കും. അതുകൊണ്ട് ഗുഡ് ഹൗസ് കീപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക. ലൂബ്രിക്കേഷൻ ഓഫ് മെഷീനറി ടു പ്രിവെൻറ്റ് ഫ്രിക്ഷൻ. നമുക്കറിയാം, പഴയ കാലത്ത് നമ്മളെല്ലാം തീ ഉണ്ടാക്കിയിരുന്നത്, നമ്മുടെ പൂർവികരെല്ലാം തീ ഉണ്ടാക്കിയിരുന്നത് 2 കല്ലുകൾ തമ്മിൽ ഉരസിക്കൊണ്ടായിരുന്നു. അതായത് ഫ്രിക്ഷൻ വഴി സ്പാർക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് ഒട്ടുമിക്ക മെഷീനറിയുടെ ഉള്ളിലും റൊട്ടേറ്റ് ചെയ്യുന്നയോ മൂവ് ചെയ്യുന്നയോ പാർട്ടുകൾ ഉണ്ടാവും. അത് തമ്മിൽ ഘർഷണം ഉണ്ടാവുമ്പോൾ അവിടെ എന്തുണ്ടാവും, സ്പാർക്ക് ഉണ്ടാവും. അത് ഒഴിവാക്കാൻ നമ്മൾ പ്രോപ്പർ ഗ്രീസിങ് ഓർ ഓയിലിംഗ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഫ്രിക്ഷൻ ഒഴിവാക്കുക. നോ ഓവർലോഡിംഗ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. റെഗുലർ ഇൻസ്പെക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ്. വെന്റിലേഷൻ ഔട്ട്ലെറ്റ്സ് നോട്ട് ഒബ്സ്ട്രക്റ്റഡ്. കൺട്രോളിംഗ് ഹോട്ട് വർക്ക് വിത്ത് പെർമിറ്റ്സ്. നമുക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഹോട്ട് വർക്കുകൾ ഉണ്ടാവും. ഉദാഹരണം, വെൽഡിങ്, ഗ്യാസ് കട്ടിങ്, ഗ്രൈൻഡിങ്, ഡ്രില്ലിങ്. ഇതിൽ നിന്നെല്ലാം എന്തുണ്ടാവാം, സ്പാർക്ക് ജനറേറ്റ് ചെയ്യാം. സ്പാർക്ക് ഓർ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന വർക്കുകൾ നമ്മൾ ഹോട്ട് വർക്ക് എന്ന് പറയും സാധാരണ. അത് നമ്മൾ എന്ത് ചെയ്യും, PTW സിസ്റ്റം, പെർമിറ്റ് വർക്ക് സിസ്റ്റം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക. അത് നമ്മൾ പിന്നീട് പഠിക്കും, PTW സിസ്റ്റത്തെ പറ്റി. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ഫ്ലെയിമബിൾ ലിക്വിഡ്സ്. സെഗ്രിഗേഷൻ ഓഫ് ഇൻകോമ്പാറ്റിബിൾ കെമിക്കൽസ്. കെമിക്കൽസ് നമുക്കറിയാം, പല കെമിക്കൽസും പരസ്പരം റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാവും, ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതിൽ നിന്ന് ഫയർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫയർ സംഭവിക്കാം. അതുകൊണ്ട് അത്തരം കെമിക്കലുകൾ നമ്മൾ സ്റ്റോറേജ് പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, എല്ലാ കെമിക്കൽസിൻ്റെ കൂടെയും ഒരു കാറ്റലോഗ് ഉണ്ടാകും. ആ കാറ്റലോഗിൻ്റെ പേരാണ് MSDS അല്ലെങ്കിൽ SDS, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അല്ലെങ്കിൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ആ കാറ്റലോഗിൽ 16 എലമെൻറ്റുകളുണ്ട്. അതിൽ ഒരു എലമെൻറ്റ് പറയുന്നത് ഫയർ പ്രിക്കോഷൻസിനെ പറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സേഫ്റ്റി പ്രാക്ടീഷണേഴ്സും തങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ MSDS കളക്ട് ചെയ്യുകയും അതിനെപ്പറ്റി പഠിച്ച് അതിൽ പറഞ്ഞ പ്രകാരം സ്റ്റോറേജ്, അതിൽ പറഞ്ഞ പ്രകാരം അതിൻ്റെ യൂസേജ്, 2 കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാം. സെക്യൂരിറ്റി ടു പ്രിവെൻറ്റ് ആർസൺ. പർപ്പസ്ഫുള്ളി ചിലർ തീ കൊടുക്കും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ പ്രോപ്പർ സെക്യൂരിറ്റി CCTV സംവിധാനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം. റെഗുലർ ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. റെഗുലറായിട്ട് ഇൻഡസ്ട്രി എന്ത് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് സേഫ്റ്റി ടൂർ അല്ലെങ്കിൽ സേഫ്റ്റി സർവേ തുടങ്ങിയ പല മെത്തേഡുകളുമുണ്ട്. നമുക്കതിലേക്കെല്ലാം പിന്നീട് വരാം. നമുക്ക് മെറ്റീരിയൽസിനെ നമ്മളിപ്പോൾ കണ്ടു, തീ പിടിക്കാനുള്ള എന്തെല്ലാം സാധ്യതകളാണ്, എങ്ങനെയാണ് ഒരു ഫയർ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത്.
ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, എക്സ്റ്റിങ്ക്വിഷിങ്. ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? അണയ്ക്കണം, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യണം. അതിന് നമുക്ക് പല രീതികളിൽ ചെയ്യാം. നമ്മൾ ആ ഫയർ ട്രയാങ്കിളിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെന്റ് എലിമിനേറ്റ് ചെയ്യുക എന്നതാണ് എന്ത്? ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള മാർഗം. നമ്മൾക്ക് ചില സാധനങ്ങൾക്ക് തീ പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഉദാഹരണം, കുറച്ച് ഡീസൽ സ്പില്ലേജ് ഉണ്ടായി. ആ ഡീസലിന് തീ പിടിച്ചു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നു. സാധാരണ തീ പിടിച്ചാൽ വെള്ളം ഒഴിക്കുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? ആ തീ അണയില്ല. കാരണം ഈ ഡീസലിൻ്റെ, ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി വെള്ളത്തേക്കാൾ കുറവാണ്. അതുകൊണ്ട് അത് വെള്ളത്തിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്യും. അതുകൊണ്ട് വെള്ളം ഉപയോഗിച്ച് ഒരിക്കലും ഓയിൽ ഫയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ വെള്ളം എവിടെയൊക്കെ സ്പ്രെഡ് ആവുന്നോ അവിടെയൊക്കെ ഈ ഫയറും സ്പ്രെഡ് ആവും. അപ്പോൾ ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂവലിൻ്റെ നേച്ചർ അനുസരിച്ച് വേണം നമുക്ക് എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയ സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ഫ്യൂവലിനെയും ഓരോ കാറ്റഗറൈസ് ചെയ്യണം. കാറ്റഗറൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയയെ പറ്റി പഠിക്കണം. അതുകൊണ്ട് ഓരോ ഫ്യൂവലിനെയും വ്യത്യസ്ത തരം ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത തരം ക്ലാസ്സുകൾ. ഈ ക്ലാസ്സുകൾ UK സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എല്ലാം ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ സ്റ്റാൻഡേർഡും നമ്മൾ പഠിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇടപെടുന്ന ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഒരു രാജ്യത്ത് തന്നെ ചില അതോറിറ്റികൾ അല്ലെങ്കിൽ ചില കമ്പനികൾ ചിലപ്പോൾ UK സ്റ്റാൻഡേർഡ്, BSEN, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഓർ യൂറോപ്യൻ നോംസ് ഫോളോ ചെയ്യുന്നവരുണ്ടാവാം. ചിലർ ഓഷ അല്ലെങ്കിൽ NFPA സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇന്ത്യയിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ സ്റ്റാൻഡേർഡുകളും പഠിക്കണം. എല്ലാ സേഫ്റ്റി പ്രാക്ടീഷണേഴ്സിനെയും എല്ലായ്പ്പോഴും കുഴക്കുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള എല്ലാ നിങ്ങളുടെ സംശയങ്ങൾക്കും മറുപടി കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്കത് നോക്കാം. ആദ്യം നമ്മൾക്ക് BSEN ആൻഡ് ഓഷ ഓർ NFPA സ്റ്റാൻഡേർഡ് നോക്കാം. രണ്ടും ഒരുമിച്ച് നോക്കാം. BSEN 3 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലാണ് UK-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡുകൾ പറയുന്നത്. ക്ലാസ് A, സോളിഡ് മെറ്റീരിയൽസ് ലൈക്ക് പേപ്പർ, വുഡ്, പ്ലാസ്റ്റിക്, കോൾ, ക്ലോത്ത്സ്, കോൾ തുടങ്ങിയ സോളിഡ് മെറ്റീരിയൽസിന് തീ പിടിച്ചാൽ അതിന് പറയുന്ന പേരാണ് ക്ലാസ് A. ഓഷ ഓർ NFPA സ്റ്റാൻഡേർഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ക്ലാസ് A അത് തന്നെയാണ്. സോളിഡ് മെറ്റീരിയൽസ് ലൈക്ക് പേപ്പർ, വുഡ്, പ്ലാസ്റ്റിക്, കോൾ, ക്ലോത്ത്സ് എക്സെട്ര. ഇനി ക്ലാസ് B നോക്കാം. BSEN അല്ലെങ്കിൽ UK ഓർ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് നോക്കൂ. ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആണ്. ലൈക്ക് പെട്രോൾ, ഡീസൽ, കെറോസിൻ, പെയിൻറ്, തിന്നർ തുടങ്ങിയ സോൾവെൻസ് തുടങ്ങിയ ലിക്വിഡ് തീ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഇത് ക്ലാസ് B. അതേ സമയത്ത് ഓഷ ഓർ NFPA സ്റ്റാൻഡേർഡ് അനുസരിച്ച് ക്ലാസ് B എന്ന് പറഞ്ഞാൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഇതിൽ ഗ്യാസസും വന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഈ കൺസെപ്റ്റ് വരാൻ കാരണം ലിക്വിഡ് ഫേസിൽ അതിന് തീ പിടിക്കില്ല. അത് ഗ്യാസ് ഫോമിലേക്ക് അല്ലെങ്കിൽ വേപ്പർ ഫോമിലേക്ക് മാറുന്ന സമയത്താണ് അതിന് തീ പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഓഷ അല്ലെങ്കിൽ NFPA ഫ്ലെയിമബിൾ ലിക്വിഡ്സും ഗ്യാസസും ഒരേ സ്റ്റാൻഡേർഡിൽ ഒരേ ക്ലാസ്സിൽ ഇൻവോൾവ് ചെയ്യിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്ലാസ് C നോക്കാം. BSEN അല്ലെങ്കിൽ UK ഓർ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഫ്ലെയിമബിൾ ഗ്യാസസിനാണ് പറയുന്നത് ക്ലാസ് C. ലൈക്ക് LPG, അസറ്റിലിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടൈൻ, ഹൈഡ്രജൻ, നാച്ചുറൽ ഗ്യാസസ്. ഈ LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസസ് അതെന്താണ്? പ്രൊപ്പെയിൻ ആൻഡ് ബ്യൂട്ടൈൻ്റെ ഒരു മിക്സ്ചറാണ്. അതേപോലെ ക്ലാസ് C ഓഷ ഓർ NFPA US സ്റ്റാൻഡേർഡ് അനുസരിച്ച് അത് ഇലക്ട്രിക്കൽ ഫയറാണ്. ഇവിടെ ഗ്യാസ് ഫയറാണ്, ഇവിടെ ഇലക്ട്രിക്കൽ ഫയറാണ്. അതാണ് ഇവിടുത്തെ പ്രധാന വ്യത്യാസം. ഇത് അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ക്ലാസ് D പല മെറ്റൽസും എന്താണ് തീ പിടിക്കുന്നതാണ്.
ഫ്ലെയിമബിൾ മെറ്റൽസ് ആണ് ക്ലാസ് ഡിയിൽ വരുന്നത്. ലൈക്ക് മഗ്നീഷ്യം, അലൂമിനിയം, പൊട്ടാസ്യം, സോഡിയം, ലിഥിയം, പ്ലൂട്ടോണിയം, കാൽസ്യം. ഒരു തമ്പ് ഓഫ് റൂൾ ഉണ്ട്. അതായത് ലാസ്റ്റ് UN വരുന്ന ഒട്ടുമിക്ക മെറ്റൽസും എന്താണ്, ഫ്ലെയിമബിൾ മെറ്റൽസ് ആണ് എന്നുള്ള ഒരു റൂളുണ്ട്. ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ക്ലാസ് ഡി ഓഷ ഓർ NFPA സ്റ്റാൻഡേർഡ് ഇത് തന്നെയാണ് മെറ്റൽസ്, അവിടെ വ്യത്യാസമില്ല. ഇനി ക്ലാസ് F UK BSEN സ്റ്റാൻഡേർഡ് അനുസരിച്ച് കുക്കിംഗ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ്. ഇവിടെ അതിന് മറ്റൊരു നൊട്ടേഷനാണ് കൊടുക്കുന്നത്, ക്ലാസ് K എന്നാണ്. ഇവിടെ ക്ലാസ് F ആണെങ്കിൽ ഇവിടെ ക്ലാസ് K ആണ്. അതേ കുക്കിംഗ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സിന് കൊടുക്കുന്നത്. ഇവിടെ കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽസില്ലേ, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ ഗീ, ഫാറ്റ്സ്, ഇതേപോലുള്ള സാധനങ്ങൾക്ക് ആയതുകൊണ്ട്, അത് കിച്ചണിൽ ഉപയോഗിക്കുന്നത് ആയതുകൊണ്ടാണ് ഓഷ ഓർ NFPA ക്ലാസ് K എന്ന് പേര് കൊടുക്കാൻ കാരണം. ഇവിടെ ABCDEF എന്നുള്ള ആ ആൽഫബറ്റ്സ് നേരെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ F എന്നുള്ള പേര് കൊടുത്തത്. ഈ ABCD കഴിഞ്ഞിട്ട് ഒരു E അവിടെ മിസ്സിംഗ് ആണ്. മുൻകാലങ്ങളിൽ ഇലക്ട്രിക്കൽ ഫയർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇലക്ട്രിസിറ്റി ഒരിക്കലും ഒരു ഫ്യൂവൽ അല്ല, അത് ഒരു ഫയർ പിടിക്കാനുള്ള ഒരു സാധ്യതയാണ്. അതുകൊണ്ട് അവർ E എന്ന കൺസെപ്റ്റ് എടുത്തൊഴിവാക്കി. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇലക്ട്രിക്കൽ ഫയർ എന്നുള്ള ആ കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എക്സ്റ്റിങ്ക്വിഷിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, അത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ക്ലാസ് ഓഫ് ഫയർ ആൻഡ് സ്യൂട്ടബിൾ ഫോർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഇത് ഡീൽ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ IS 15683 എന്ന സ്റ്റാൻഡേർഡിലാണ്. അത് 2018 ആണ് ലേറ്റസ്റ്റ് അതിൻ്റെ വേർഷൻ. ഇത് കൂടാതെ സിവിൽ എഞ്ചിനീയേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നാഷണൽ ബിൽഡിംഗ് കോഡ് NBC, അതിലും നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡുകൾ ലഭ്യമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് UK സ്റ്റാൻഡേർഡിൻ്റെ അതേ സ്റ്റാൻഡേർഡാണ് ക്ലാസ് ഓഫ് ഫയർ ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് A സോളിഡ് മെറ്റീരിയൽസ് ലൈക്ക് പേപ്പർ, വുഡ്, പ്ലാസ്റ്റിക്. ക്ലാസ് B ഫ്ലെയിമബിൾ ലിക്വിഡ്സ്. ക്ലാസ് C ഫ്ലെയിമബിൾ ഗ്യാസസ്. ക്ലാസ് D കമ്പ്യൂസ്റ്റിബിൾ മെറ്റൽസ്. ക്ലാസ് F കുക്കിംഗ് ഓയിൽസ് ഓർ ഫാറ്റ്സ്. UK സ്റ്റാൻഡേർഡ് BSENൻ്റെ അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിലും ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് എക്സ്റ്റിങ്ക്വിഷിങ് ചെയ്യാനുള്ള എങ്ങനെ, ഏത് മെത്തേഡിലൂടെ നമുക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ചു, ഒരു ഫയർ വരാതെ സൂക്ഷിക്കുക, ഫയർ പ്രിവെൻഷൻ, അതാണ് ഇതിൻ്റെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി കൺസെപ്റ്റ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം, എങ്ങനെ ഫയർ പ്രിവെൻഷൻ ചെയ്യാം. ഫയർ പ്രിപ്പയർഡ്നെസ് എന്നും അതിനെ പറയും. നമ്മൾ കണ്ടിട്ടില്ലേ ബിൽഡിങ്ങുകളിലെല്ലാം ഫയർ പൈപ്പുകൾ, സ്പ്രിംഗ്ലേഴ്സ്, ഫയർ ഹോസ് റീൽസ്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, സ്മോക്ക് ഡിറ്റക്ടേഴ്സ്, ഹീറ്റ് ഡിറ്റക്ടേഴ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം. അതായത് ഒരു ഫയർ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അതിനെ തടയാനുമുള്ള കുറേ മാർഗങ്ങൾ. ഇപ്പോൾ നമുക്ക് ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മീഡിയ, എല്ലാവർക്കും അധികം എക്സ്പെർട്ടൈസ് ഒന്നും ആവശ്യമില്ലാതെ സാധാരണക്കാർക്കും ഒരു ചെറിയ ട്രെയിനിങ്ങിലൂടെ ഉപയോഗിക്കാൻ പറ്റിയ, ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റിയ ഒരു മീഡിയയാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്. അപ്പോൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. എന്താണ് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനെ പറ്റി ഒന്ന് പഠിക്കാം. ഇതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്. പല തരത്തിലുള്ള കളർ ഉള്ള ബാൻഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പാച്ചസ്, സ്റ്റിക്കേഴ്സ് ഇവിടെ കാണാം. എല്ലാം റെഡ് കളറിലാണ് എന്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്. ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു സിലിണ്ടർ, ഒരു സേഫ്റ്റി പിൻ, ഒരു ഹാൻഡിൽ, ഒരു ഗേജ്. ഈ ഗേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് തോന്നുന്നു. ഇവിടെ ഒരു മീറ്റർ ഉണ്ട്, ഒരു ഗേജ് ഉണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് എന്ത് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിൻ്റെ ഭാഗങ്ങൾ. ഇവിടെ വ്യത്യസ്ത കളറുകളുള്ള പാച്ചുകൾ കണ്ടു നിങ്ങൾ.
അത് വ്യത്യസ്ത തരം മീഡിയയാണ് ഇതിൻ്റെ ഉള്ളിൽ, വ്യത്യസ്ത തരം മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അത് കാണിക്കാനാണ് ഈ വ്യത്യസ്ത തരം കളറുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് നോക്കാം. വാട്ടർ, ഇതിൻ്റെ ഉള്ളിൽ വെള്ളമാണുള്ളത്. വെള്ളം ഇത് പല അളവുകൾ, പല സൈസുകൾ നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ. ഇതിൽ വെള്ളം നിറച്ചിരിക്കുന്നു. ഈ വെള്ളം നമ്മൾ ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുക്കുന്നു, ഇതിലൊരു സേഫ്റ്റി പിന്നുണ്ട്, ആ പിൻ വലിച്ചൂരുന്നു, എന്നിട്ട് ഈ ഹോസ് അതിൻ്റെ നേരെ പിടിക്കുന്നു, എന്നിട്ട് ഈ ഹാൻഡിൽ സ്ക്വീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ വെള്ളം, ഈ വാട്ടർ പുറത്തേക്ക് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഇത് ഇങ്ങനെ വരാൻ കാരണം എന്താണ്? ഇപ്പം നമ്മളൊരു ബോട്ടിൽ ഒരു വാട്ടർ എടുത്ത് അതിൻ്റെ ക്യാപ്പ് ഊരിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരില്ല. നേരെ മറിച്ച് ഒരു സോഡ പൊട്ടിച്ചു നോക്കൂ, അതിൽ നിന്ന് എന്ത് ചെയ്യും? വെള്ളം പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യും. അതിന് കാരണം അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കുറച്ച് ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്റ്റോർഡ് പ്രഷറുണ്ട്, ഇതിൽ ഗ്യാസ് നിറച്ചിട്ടുണ്ട്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് നൈട്രജൻ ഗ്യാസ് ആണ്. വെള്ളത്തിൻ്റെ കൂടെ തന്നെ നൈട്രജൻ ഗ്യാസ് പ്രഷറൈസ് ചെയ്തിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു കാർട്രിഡ്ജ് ഫിക്സ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പം അത് ബാൻഡാണ്. ഇപ്പം ഉപയോഗിക്കുന്നത് നൈട്രജൻ ഗ്യാസ് ആണ്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രഷർ കാണിക്കാനാണ് എന്ത് ചെയ്ത് ഇവിടെ ഒരു ഗേജ് കൊടുത്തിരിക്കുന്നത്. 12 മുതൽ 16 ബാർ വരെ ആയിരിക്കും ഇതിൻ്റെ പ്രഷർ. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ 8 മീറ്റർ മുതൽ 10 മീറ്റർ വരെ ദൂരേക്ക് ഇത് എന്ത് ചെയ്യാം? ഇത് ഇജക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇതിൽ വാട്ടറാണുള്ളത്. ഇതിൻ്റെ ആക്സിഡൻ്റലി ഇത് ഉപയോഗിച്ച് പോവാതിരിക്കാൻ ഈ 2 സ്ക്വീസബിൾ ഹാൻഡിലിൻ്റെ ഇടയിൽ ഒരു ബാരിയർ, ഒരു സേഫ്റ്റി പിൻ കൊടുത്തിട്ടുണ്ട്. ആ സേഫ്റ്റി പിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സീൽ ഒരിക്കലും ടാമ്പർ ചെയ്യാൻ പാടില്ല. ഒരിക്കൽ ടാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ പ്രഷറും മെറ്റീരിയൽസും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അത് ഉപയോഗിക്കാൻ പാടില്ല. ഈ സാധനം വാട്ടർ, ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, ഇതിൻ്റെ കളർ റെഡ് സിലിണ്ടർ, അതിലെന്താണ്? വൈറ്റ് ലെറ്റേഴ്സിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിനിങ്ങനെ ഈ കളർ കോഡിങ് കൊടുക്കാനുള്ള കാരണം, വായിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ കളർ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഈ കളർ കോഡിങ് കണ്ടുകൊണ്ട് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ടാണ് വ്യത്യസ്ത കളർ കോഡിങ്ങിൽ വെച്ചത്. അപ്പോൾ മനസ്സിലാക്കുക, റെഡ് സിലിണ്ടർ, അതിൽ വെള്ള ലെറ്റർ കൊണ്ട് എഴുതിയത് വാട്ടർ. അതേപോലെ ഇത് നോക്കൂ, റെഡ് സിലിണ്ടർ, അതിൽ ബ്ലൂ സ്റ്റിക്കർ അല്ലെങ്കിൽ പാച്ച് അല്ലെ ബാൻഡ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഡ്രൈ പൗഡറാണ്. ഡ്രൈ കെമിക്കൽ പൗഡർ എന്നും പറയും, DCP എന്നും പറയും. DCP ഇതിൽ പൗഡറാണുള്ളത്. ടാൽക്കം പോലുള്ള പൗഡേഴ്സാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതും പ്രവർത്തിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളത് നമുക്ക് വരുന്നുണ്ട്. ഇതിലുമുള്ളത് അതേ ഭാഗങ്ങൾ തന്നെ. ഒരു സിലിണ്ടർ, ഒരു സേഫ്റ്റി പിൻ റിമൂവ് ചെയ്താൽ സ്ക്വീസ് ചെയ്യാൻ പറ്റിയ ഒരു ഹാൻഡിൽ, ഒരു ഗേജ്, പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യാനുള്ള ഒരു ഹോസ്, ഇത്രയും ഭാഗങ്ങളാണുള്ളത്. ഇത് നോക്കൂ, ബ്ലാക്ക് കളർ, ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. നമുക്കറിയാം 3 എലമെൻറ്റുകൾ, ഫ്യൂവൽ, ഓക്സിജൻ, ഹീറ്റ്. ഫയർ ട്രയാങ്കിളിൽ 3 എലമെൻറ്റുകൾ ഉണ്ടെങ്കിലേ ഫയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടിക്കുന്നതോടുകൂടി അവിടെയുള്ള ഓക്സിജനെ ഇല്ലാതാക്കി നമുക്ക് എന്ത് ചെയ്യാം? ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാം. അതിനുപയോഗിക്കുന്നതാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. ഇത് നോക്കൂ, ഫോം. ഇതിൽ നോക്കൂ, ഒരു ക്രീം കളറുള്ള ബാൻഡാണുള്ളത്. അതിലുള്ളത് ഒരു തരം നൊര, ഫോമാണ്. അപ്പോൾ നമുക്ക് ബ്ലാങ്കറ്റിങ്, നമുക്ക് ഒരു ഫയർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ മുകളിൽ ഈ ഫോം അടിച്ചു കഴിഞ്ഞാൽ അതൊരു ബ്ലാങ്കറ്റ് മാതിരി പ്രവർത്തിച്ച് അവിടേക്ക് ഓക്സിജൻ കടത്തിവിടില്ല, ഓക്സിജൻ കട്ട് ഓഫ് ചെയ്യും. അങ്ങനെ നമുക്ക് ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാം. ഇത് നോക്കൂ, യെല്ലോ, കാനറി യെല്ലോ, ഇതിലുള്ളത് വെറ്റ് കെമിക്കൽസ് ആണ്. ഇത് സാധാരണ നമുക്ക് ഓരോന്നും എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഇത് വ്യത്യസ്ത സൈസുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്.
ഞാൻ പറഞ്ഞ സേഫ്റ്റി പിൻ എന്ന് പറയുന്നത് ഇതാണ്. നോക്കൂ, ഒരു സീൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ഒരു സീൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ടാമ്പർ ചെയ്യാൻ പാടില്ല. ഇതാണ് ഇതിന്റെ ഗേജ്. ഇതിന്റെ ഉള്ളിലുള്ള വെള്ളം അല്ലെങ്കിൽ ഡ്രൈ പൗഡർ അല്ലെങ്കിൽ ഫോം തുടങ്ങിയ സാധനങ്ങൾ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ വേണം. ആ പ്രഷറാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു 12 മുതൽ 16 ബാർ വരെയാണ് ഇതിൽ പ്രഷർ സാധാരണ കൊടുക്കാറ്. സൈസ് അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്. പിന്നെ ഒരു ഹോസ് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യാനുള്ള, പിന്നെ ഈ സിലിണ്ടർ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പതിവായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യണം. ചില ലീഗൽ റിക്വയർമെൻ്റ് ഉണ്ട് ഇതിന്. എന്തൊക്കെയാണ് ആ റിക്വയർമെൻറ്റ്? ഒന്ന്, ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ, സർവീസർ അല്ലെങ്കിൽ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എഴുതും. അത് UK ഇതിൻ്റെ എക്സ്പയറി 1 year ആണ്. NFPA സ്റ്റാൻഡേർഡ് അനുസരിച്ച് അത് 6 months ആണ്. അപ്പോൾ 6 months കഴിഞ്ഞതിന് ശേഷം ഇത് ഗുഡ് കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇത് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു വിടണം. അവർ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഓക്കെ ആണെങ്കിൽ അതിൻ്റെ പുതിയ ഡേറ്റ് ഇട്ട് തരും, ഇല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് അവർ ശരിയാക്കി തരും. പിന്നെ ഒരു ലീഗൽ റിക്വയർമെൻ്റ് ആണ്. അതൊരു ലീഗൽ റിക്വയർമെൻ്റ് ആണ്. മറ്റൊരു ലീഗൽ റിക്വയർമെൻ്റ് ആണ്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ എല്ലാ മാസവും അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു പ്രാവശ്യം എന്ത് ചെയ്യണം? ഇൻസ്പെക്ട് ചെയ്ത് ഇത് ഗുഡ് കണ്ടീഷൻ ആണെന്ന് ഉറപ്പുവരുത്താം. എന്നിട്ട് ഇവിടെ ഒരു ടാഗ് കൊടുക്കും. ആ ടാഗിൽ ഓരോ മാസവും അവർ സൈൻ ചെയ്യണം. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യണം. അതല്ലെങ്കിൽ പഞ്ച് ചെയ്യണം, എന്നിട്ട് റെക്കോർഡ് ചെയ്യണം. പിന്നെ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഏതെല്ലാം ഫയറിന് ഉപയോഗിക്കാം എന്നത് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട രീതിയെ നമുക്കൊരു അക്രോണമിക് ഉപയോഗിച്ച് സൂചിപ്പിക്കാം. പാസ് എന്നാണ് പറയാം. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തീ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മൗണ്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ടുവരുന്നു. എന്നിട്ട് ആദ്യം പുൾ ദ സേഫ്റ്റി പിൻ. ഈ സേഫ്റ്റി പിൻ ഇത് വലിച്ച പോരും. പുൾ ദ സേഫ്റ്റി പിൻ നീക്കിയെങ്കിലേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്ക്വീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അതിൻ്റെ ഇടയിൽ ഒരു ബാരിയറായി കിടക്കുക. പുൾ ദ സേഫ്റ്റി പിൻ. പിന്നെ പാസിലെ എയിം ടു ദ ബേസ് ഓഫ് ദ ഫയർ. അതിൻ്റെ ബേസ് ഓഫ് ദ ഫയറിൻ്റെ മേലയിലേക്കല്ല, അടിയിലേക്ക്, ബേസ് ഓഫ് ദ ഫയറിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ എയിം ചെയ്യണം. എന്നിട്ട് സ്ക്വീസ് ദ ഹാൻഡിൽ സ്ക്വീസ് ചെയ്യുക, അമർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്വീപ്പ് സൈഡ് ടു സൈഡ്, 2 സൈഡിലേക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ സ്വീപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? അത് കൂളിംഗ് അല്ലെങ്കിൽ സ്മോദറിങ് ഏതെങ്കിലും മെത്തേഡിലൂടെ എന്ത് സംഭവിക്കും? അത് എക്സ്റ്റിംഗ്വിഷ് ആവും. നമുക്ക് നോക്കാം. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടെ നിങ്ങൾ കണ്ടോ? A, B, C and E. ഇതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിൽ മറ്റൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് കംപ്ലീറ്റ്ലി റെഡ് ആൻഡ് ബ്ലാക്ക് പാച്ച്. അതാണ് പുതിയ സ്റ്റാൻഡേർഡ്. ഇത് പഴയ സ്റ്റാൻഡേർഡാണ്, കംപ്ലീറ്റ്ലി ബ്ലാക്ക്. ഇപ്പോൾ വരുന്നതെല്ലാം പുതിയ സ്റ്റാൻഡേർഡിലാണ്. ഇത് നോക്കൂ, അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടെ. ഇതിന് ഗേജ് ഇല്ല. അതിന് നമ്മൾ ഗേജ് കണ്ടു. കാരണം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആയതുകൊണ്ട് അത് പ്രൊപ്പൽ ചെയ്യാൻ, പുറത്തേക്ക് വരാൻ അതിനൊരു അഡീഷണൽ പ്രഷറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഗേജ് ഇതിൽ കൊടുത്തിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഹോൺ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഹോസ് വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ഹോണാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കാരണം ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഭയങ്കര തണുപ്പുള്ളതായിരിക്കും, കൂളായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും, ഐസിനെ പോലെ തണുത്തതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളെ ബാധിക്കാതിരിക്കാനും, പിന്നെ ചില സമയങ്ങളിൽ ഐസ് ചിൽസ്, ചെറിയ പീസുകൾ വരാനുള്ള ചില സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപകടം പറ്റാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഹോണുകൾ കൊടുത്തത്. അല്ലെങ്കിൽ ഒരു ഹൈ പ്രഷർ ഹോസ് കൊടുത്ത് ആ ഹോസിൻ്റെ ലാസ്റ്റിൽ ഇതേപോലെ ഒരു ഹോൺ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത്തരം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉപയോഗിക്കുമ്പോൾ കഴിയുന്നതും ഈ ഹോണിൽ തൊടാതെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇത്തരം ഏതല്ല ഹോസ് കൊടുത്തതാണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് ആ ഹോണിലുണ്ട്. ആ ഹോണിൽ മാത്രം പിടിക്കുക. ഒരിക്കലും നിങ്ങളെ കൈ ഈ ഭാഗത്തേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫ്ലൈറ്റ്, അതായത് തണുപ്പ് കാരണം ഉണ്ടാവുന്ന ഒരു തരം പൊള്ളലുണ്ട്. നമ്മൾ തീയിൽ നിന്ന് മാത്രമല്ല, തണുപ്പ് കൂടിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? പൊള്ളൽ സംഭവിക്കും. അത്തരം പൊള്ളലുകൾ സംഭവിക്കാം. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇവിടെ കൈ വരാൻ പാടില്ല.
അടുത്തത് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിനെ പറ്റി ഒരു സേഫ്റ്റി പ്രാക്ടീഷണേഴ്സിന് അറിഞ്ഞിരിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എല്ലാം സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആയിരിക്കണം, അല്ലാതെ ഏതെങ്കിലും ലോക്കൽ മാർക്കറ്റ് മെറ്റീരിയൽ ആയിരിക്കരുത്. അതുകൊണ്ട് ഇതിന് ചില സ്റ്റാൻഡേർഡുകൾ പറയുന്നത്. ഇതിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് BSCN സ്റ്റാൻഡേർഡ് അനുസരിച്ചാണെങ്കിൽ ഇതിലൊരു കൈറ്റ് മാർക്ക് ഉണ്ടാവും. കൈറ്റ് മാർക്കുള്ള സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യാവും, വാങ്ങാവും. അതല്ലെങ്കിൽ NFPA, അതല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അവിടെ ഇത്തരം സ്റ്റാൻഡേർഡുകൾ കൊടുക്കുന്ന ഒരു ബോഡിയാണ് UN, അണ്ടർ റൈറ്റ്സ് ലബോറട്ടറീസ് എന്ന് പറയും. അണ്ടർ റൈറ്റ്സ് ലബോറട്ടറീസ് അത്തരം മാർക്കുകളുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സെ നമ്മൾ എന്ത് ചെയ്യാവും, വാങ്ങാവും. ഇന്ത്യയിലാണെങ്കിൽ അത് ISI. ഈ മാർക്കുകളില്ലാത്ത ലോക്കൽ സാധനങ്ങൾ വാങ്ങരുത്. കാരണം ഇതിനുള്ളിൽ ഹൈ പ്രഷർ ഉള്ളതാണ്. ഈ പ്രഷർ കാരണം ചിലപ്പോൾ ഇത് ബേസ്റ്റ് ആയി പോകും. അപ്പം അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള നല്ല സാധനങ്ങളെ നമ്മൾ വാങ്ങാവും. സാധാരണ സേഫ്റ്റി പ്രാക്ടീഷണേഴ്സിന് വരാവുന്ന ഒരു ഡൗട്ടുകളുണ്ട്. ഇതിൻ്റെ മേലെ ചില സമയങ്ങൾക്ക് AB തുടങ്ങിയ ലെറ്റേഴ്സ് കാണാം. AB അല്ലെങ്കിൽ C എന്നൊക്കെ. അതെന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 1A എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം ഇതിൽ 1.25 ഗ്യാലൻ വെള്ളമുണ്ട് എന്നാണ് അർത്ഥം. 1A എന്ന് പറഞ്ഞാൽ A ക്ലാസ് ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള വെള്ളം ഇതിൽ 1.25 ഗ്യാലൻ വെള്ളമുണ്ട് എന്നാണ് അർത്ഥം. 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി 2.5 ഗ്യാലൻ. അപ്പോൾ 4A എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 5 ഗ്യാലൻ വെള്ളമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ഗ്യാലൻ നമുക്കറിയാം, US ഗ്യാലൻ 3.78 ലിറ്റേഴ്സ് ആണ്. 1 ഗ്യാലൻ ഈക്വൽ ടു US ഗ്യാലൻ ഈക്വൽ ടു 3.78 ലിറ്റേഴ്സ്. അപ്പോൾ അത് അറിഞ്ഞു വെക്കുക. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1A എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1.25 ഗ്യാലനാണ്. അതേപോലെ 1B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യാനുള്ള മെറ്റീരിയൽ അതിലുണ്ട് എന്നാണ്. 1B എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ഫീറ്റിലേക്ക് അടിക്കാനുള്ള, അതായത് 10 സ്ക്വയർ ഫീറ്റുള്ള ഒരു തീ അണയ്ക്കാൻ എന്നല്ല അർത്ഥം. ആ സാധനം 10 സ്ക്വയർ ഫീറ്റിൽ കവർ ചെയ്യാനുള്ള സാധനമുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ 10B എന്ന് പറഞ്ഞാൽ 10x10 100 സ്ക്വയർ ഫീറ്റിലേക്ക് ചെയ്യാനുള്ള സാധനമുണ്ട്. നിങ്ങൾക്ക് അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ സ്ക്വയർ ഫീറ്റിനെ 10.76 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10.76 സ്ക്വയർ ഫീറ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ കാണാം. പിന്നെ ഒന്ന്, ഇതിൽ കൊടുക്കുന്ന മെറ്റീരിയലിന്റെ വെയിറ്റ്, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ആൾക്കാർക്ക്. ഇതിൽ ചിലപ്പോൾ LBS എന്ന് കാണാം, ചിലപ്പോൾ കിലോഗ്രാം എന്ന് കാണാം. എന്താണ് LBS? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US-ൽ പൗണ്ടിലാണ് വെയിറ്റ് പറയുന്നത്. വെയിറ്റ് പറയാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് പൗണ്ട്. ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ 0.454 കിലോഗ്രാം ആണ്. അതായത് 454 ഗ്രാം ആണ് എന്ത്, ഒരു പൗണ്ട്. അപ്പം 1/2 കിലോയേക്കാൾ കുറച്ച് കുറവാണ് എന്ത്, ഒരു പൗണ്ട്. LB എന്ന് പറഞ്ഞാൽ ഒരു പൗണ്ട്, LBS എന്ന് പറഞ്ഞാൽ പൗണ്ട്സ്. നമ്മൾ സാധാരണ കിലോഗ്രാമിന് kg എന്ന് പറയും, ലിറ്ററിന് L എന്ന് പറയും. പിന്നെ പൗണ്ട്സിന് എന്തുകൊണ്ടാണ് LB അല്ലെങ്കിൽ LBS എന്ന് പറയുന്നത്? അതായത് ലാറ്റിൻ ലാംഗ്വേജിൽ ത്രാസിന് പറയുന്ന, വെയിങ് മെഷീന് പറയുന്ന പേര് ലിബ്ര എന്നാണ്. നമ്മൾ ഈ ആസ്ട്രോളജി ഒക്കെ കാണുമ്പോൾ അതിൽ കാണാറില്ലേ, ലിബ്ര, ത്രാസിന്റെ ചിഹ്നം. അതിൽ നിന്ന് എടുത്ത നൊട്ടേഷനാണ് എന്ത്, പൗണ്ടിൻ്റെത്. അതുകൊണ്ടാണ് ആ പൗണ്ടുമായി ഒരു ബന്ധവും ഇല്ലാത്ത LB അല്ലെങ്കിൽ LBS എന്ന നൊട്ടേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിലോഗ്രാമിലേക്കുള്ള കൺസെപ്റ്റ് കിട്ടണമെങ്കിൽ അതിന് എന്ത് ചെയ്താൽ മതി, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ 0.454 കിലോഗ്രാം ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കും. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. മന്ത്ലി ബേസിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഒരാൾ സ്ഥിരമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് ആദ്യം അവരെന്ത് ചെയ്യുക, ഈ സേഫ്റ്റി ആദ്യം എക്സ്പയറി ഡേറ്റുകൾ നോക്കുക, അതിനുശേഷം ഇതിൻ്റെ സേഫ്റ്റി പിൻ നോക്കുക, പിന്നെ ഇതിൻ്റെ ഗേജിൽ പ്രഷർ ഉണ്ടോ നോക്കുക, പിന്നെ ഇതിൻ്റെ ഹോസ് ആൻഡ് ബോഡി ഹാൻഡിൽ ഇതെല്ലാം
നല്ലതാണോ എന്ന് നോക്കുക. ഇതെല്ലാം നോക്കിയതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മന്ത്ലി ഇൻസ്പെക്ഷൻ ടാഗിൽ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ പഞ്ച് ചെയ്യുക. എന്നിട്ട് അവരുടെ റെക്കോർഡിൽ എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമ്മൾ വെക്കേണ്ടത് എപ്പോഴും വാളിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ മൗണ്ട് ചെയ്യണം. അതിന് കാരണം നമുക്ക് ഈസിലി അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഫയർ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റണം. രണ്ടാമത്തെ, എളുപ്പത്തിൽ എടുക്കാൻ പറ്റണം. അതുകൊണ്ട് ഇതിന്റെ ഹാൻഡിൽ ഹൈറ്റ്, ദാറ്റ് ഈസ് ഐഡിയൽ ഹൈറ്റ് 1.1, അതായത് 1 മീറ്ററും 10 സെന്റിമീറ്ററുമാണ് ഇതിന്റെ ഏറ്റവും നല്ല ഐഡിയൽ ഹൈറ്റ്. ഇത് നിങ്ങൾക്ക് 1.5, 1.5 മീറ്റർ വരെ പോവാം, അതിൽ കൂടുതൽ. അത്ര ഹൈറ്റിൽ എന്ത് ചെയ്യണം, ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ രണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ തമ്മിൽ ഉള്ള അകലം, കാരണം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഇത് പ്ലേസ് ചെയ്യണം ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. അപ്പോൾ ഇതിന്റെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫയർ എക്സ്റ്റിംഗ്വിഷർ എവിടെ കൊടുക്കണം, അത് തീരുമാനിക്കാൻ നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യണം, ഒരു ഫയർ റിസ്ക് അസസ്മെന്റ് ചെയ്യണം. ഫയർ റിസ്ക് അസസ്മെന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു റിസ്ക് അസസ്മെന്റിനെ പറ്റി. എന്താണ് ഒരു ഹസാർഡ് റിസ്ക് കൺട്രോൾ മെഷേഴ്സ്, ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴുള്ള കൺട്രോൾ മെഷേഴ്സ് സഫീഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ മോർ ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു റിസ്ക് അസസ്മെന്റ് ചെയ്ത് അവിടെ എത്ര കൊടുക്കണം എന്നുള്ളത് അവിടുത്തെ ആ കമ്മിറ്റി തീരുമാനിക്കണം. സാധാരണ തമ്പ് ഓഫ് റൂൾ, രണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിന്റെ ഇടയിൽ അവിടെ മേജർ ഹസാർഡുകളൊന്നും ഇല്ലെങ്കിൽ 30 മീറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്റ്റൻസ് കൊടുക്കാം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലൊക്കേഷൻ. 30 മീറ്റർ, 22.5 മീറ്റർ, 15 മീറ്റർ, അങ്ങനെ പല സ്റ്റാൻഡേർഡുകളുമുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അവിടെ ഇൻഡസ്ട്രിയിൽ വെക്കണം. ഇനി നമുക്ക് ഓരോ ക്ലാസ് ഓഫ് ഫയറിനും, ഈച്ച് ക്ലാസ് ഓഫ് ഫയർ ഏത് തരം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉപയോഗിക്കാം എന്ന് നോക്കാം. ക്ലാസ് എ, സോളിഡ് മെറ്റീരിയൽസ്, കാർബണേഷ്യസ് ബേസ്ഡ് മെറ്റീരിയൽ. അതായത് ഉദാഹരണം വുഡ്, പേപ്പർ, ഫൈബേഴ്സ്, റബ്ബർ, ക്ലോത്ത്സ് തുടങ്ങിയ സാധനങ്ങൾക്ക് തീ പിടിച്ചാൽ നമുക്ക് എന്തുപയോഗിക്കാം, വാട്ടർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാം, ഫോം ഉപയോഗിക്കാം, ഡ്രൈ പൗഡർ ഉപയോഗിക്കാം, CO2 ഉപയോഗിക്കാം. ബി പല രണ്ട് തരത്തിലുള്ള ലിക്വിഡ്സ് ഉണ്ട്. മിസിബിൾ വിത്ത് വാട്ടർ, വെള്ളവുമായി മിക്സ് ആവുന്ന ചില ലിക്വിഡ്സ് ഉണ്ട് തീ പിടിക്കുന്നത്. ഉദാഹരണം ആൽക്കഹോൾ, അസറ്റോൺ, മീഥൈൽ അസറ്റോൺ തുടങ്ങിയ കാര്യങ്ങൾ. മിസിബിൾ എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ആവുന്ന, വെള്ളത്തിൽ മിക്സ് ആവുന്ന അത്തരം ലിക്വിഡ്സ് ആണെങ്കിൽ ഡ്രൈ പൗഡേഴ്സ്, അതിനുവേണ്ടി സ്പെഷ്യൽ ഫോംസ് ഉണ്ട്, വേപ്പറൈസിങ് ലിക്വിഡ്സ് ഉണ്ട്, വാട്ടർ, CO2. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടറും ഉപയോഗിക്കാം, ഇത്തരം ലിക്വിഡ്സിന് മാത്രം. ഇനി ഇമ്മിസിബിൾ, അതായത് വാട്ടറുമായി മിക്സ് ആവാത്ത ലിക്വിഡ്സ് ലൈക്ക് പെട്രോൾ, ഡീസൽ, ഓയിൽ, ഫാറ്റ്സ്, വാക്സസ്, ഇത്തരം സാധനങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും, തീ കൂടുതൽ പടരും. അത്തരം ലിക്വിഡ്സിന് ഡ്രൈ പൗഡർ, ഫോം ആൻഡ് CO2, ഇത്തരം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സി, ഗ്യാസസ് ആൻഡ് ലിക്വിഡ് ഗ്യാസസ്. ഗ്യാസിന് എക്സാമ്പിൾ നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതായത് LPG, ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ തുടങ്ങിയ ഗ്യാസ്, അല്ലെങ്കിൽ അസറ്റിലിൻ തുടങ്ങിയ ഗ്യാസുകൾക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സാണ് ഡ്രൈ പൗഡർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫോം. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി? ലിക്വിഡിന് എന്ത് ഉപയോഗിക്കാം, ഡ്രൈ പൗഡർ, ഫോം ആൻഡ് CO2. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈ പൗഡർ, ഫോം ആൻഡ് CO2, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ലിക്വിഡിനും ഗ്യാസിനും ഒരേ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് US സ്റ്റാൻഡേർഡിൽ B എന്ന് പറയുന്ന ഒറ്റ ക്ലാസ് ആക്കുകയും അതിലേക്ക് ഈ രണ്ടും ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് അവർ ഒറ്റ സ്റ്റാൻഡേർഡാക്കി മാറ്റിയത്. US സ്റ്റാൻഡേർഡിൽ ക്ലാസ് C എന്താണ്, ഇലക്ട്രിക്കൽ ഫയർ ആണ്. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഫോം ഉപയോഗിക്കാൻ പാടില്ല. ഫോമോ വാട്ടറോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ക്ലാസ് ഓഫ് ഫയറിന് US ആണോ
അതല്ല UK സ്റ്റാൻഡേർഡാണോ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ സീല് ഫോം ഉപയോഗിക്കാം. US സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ക്ലാസ്സിലേക്ക് നമ്മൾ ഫോം കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. അതുകൊണ്ട് ഇത് വ്യക്തമായി എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഡി, ഫ്ലെയിമബിൾ മെറ്റൽസ്, പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം തുടങ്ങിയ അതിന് ഡ്രൈ പൗഡറാണ് ഉപയോഗിക്കുക. പക്ഷേ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഡ്രൈ പൗഡറാണ്. സാൻഡ് പോലുള്ള ഡ്രൈ സാൻഡ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പൗഡർ പോലുള്ള പൗഡേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ആ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മുടെ ഇൻഡസ്ട്രികളിലൊന്നും അത്തരം മെറ്റൽ സാധാരണ കാണാറില്ല. അലൂമിനിയം കമ്പനികൾ അല്ലെ ഇത്തരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ അതല്ലെങ്കിൽ അത്തരം ഉപയോഗിക്കുന്ന കമ്പനികളിലൊക്കെ എന്തുള്ളൂ ഡി ഫയേഴ്സ് നമ്മൾ സാധാരണ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം കമ്പനികളിലേക്ക് പോകുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം. ഈ ഡി ഫ്ലെയിമബിൾ മെറ്റൽസ് ഞാൻ നേരത്തെ പറഞ്ഞ അലൂമിനിയത്തിന് എങ്ങനെയാണ് തീ പിടിക്കുന്നത്? നമ്മൾ സാധാരണ ഫുഡ് ഉണ്ടാക്കാൻ ഉള്ള പാനുകൾ, അലൂമിനിയം പാനുകൾ ഉപയോഗിക്കാറുണ്ട്, എന്നിട്ട് അതിന് തീ പിടിക്കാറില്ലല്ലോ. അതിന് കാരണം അത് ഒരു അലോയിയാണ്. അലൂമിനിയം അതിൻ്റെ പ്യുവർ ഫോമിൽ, പൗഡർ ഫോമിൽ സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഓയിലുകൾ, കുക്കിംഗ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ്, UK സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിനെ F എന്ന് പറയും, US സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിനെ K എന്ന് പറയും, കിച്ചൺ ഫയർ. അതിന് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, വെറ്റ് കെമിക്കൽ. ഇവിടെ ഡ്രൈ പൗഡറും വർക്കൗട്ട് ആവും, എന്നാൽ ഇന്ന് പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് വെറ്റ് കെമിക്കൽസ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സാണ് കിച്ചണിൽ ഉപയോഗിക്കാറുള്ളത്. കിച്ചണിൽ വാട്ടർ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? സാധാരണ നമുക്ക് കിച്ചണിൽ വെള്ളം അവൈലബിൾ ആണോ? നമ്മൾ ഒരു ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു, അതിന് തീ പിടിച്ചു. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ബോംബ് പൊട്ടുന്ന മാതിരി എന്ത് ചെയ്യും, എക്സ്പ്ലോഡ് ചെയ്യും. ഭയങ്കരമായിട്ട് വലിയ തീപിടുത്തമുണ്ടാവും. അതിന് കാരണം നമുക്കറിയാം, നമ്മുടെ അമ്മമാരെല്ലാം ഫിഷ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ആ ഓയിലിലേക്ക് അല്പം വെള്ളം കുടയും. അപ്പോൾ അത് കിടുകിടുകിട് ആ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് പ്രോപ്പറായി ബോയിലായി എന്നാണ്. അവർക്ക് അതിൻ്റെ കെമിസ്ട്രി ഒന്നും അറിയില്ല, പക്ഷെ അവർക്കറിയാം ഇപ്പോൾ അതിലേക്ക് ഈ ഫിഷ് ഇടാൻ അല്ലെങ്കിൽ ഈ കറിയുടെ ചേരുവകൾ ഒഴിക്കാനുള്ള സമയമായി എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം, വെള്ളം ബോയിലിംഗ് പോയിന്റ്, വെള്ളം തിളക്കാൻ വേണ്ട ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ഒരു കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ്, അത് ബോയിലാവാൻ മിനിമം 230 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം, 230 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം. അപ്പോൾ ഈ അമ്മമാർ ഈ വെള്ളം അതിലേക്ക് തെളിക്കുമ്പോൾ അവർക്കറിയാം അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ 100 ഡിഗ്രിയിൽ വേപ്പർ ആവുന്ന ഈ വെള്ളം ആ ഓയിൽ 230 ഡിഗ്രി വേണ്ട ഓയിലിലേക്ക് വീഴുമ്പോൾ അത് 100 ഡിഗ്രിയേക്കാൾ കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ ആ സമയം വെള്ളം എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും, അത് വേപ്പറായി മാറും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം 230 ഡിഗ്രിയോളം തിളച്ചിരിക്കുന്ന അതിൽ കൂടുതൽ ഡിഗ്രിയിൽ തിളച്ചിരിക്കുന്ന ഒരു ഓയിലിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ ആ വെള്ളം നേരെ താഴോട്ട് പോകും. ആ നിമിഷത്തിൽ അവിടെ വെച്ച് അത് വേപ്പറാവും. എന്നിട്ട് അതെന്ത് ചെയ്യും? ഇതിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യും. അങ്ങനെ വലിയ അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത്തരം ചെയ്യാൻ വെള്ളം ഉപയോഗിക്കരുത്. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ലിഡ് ഉണ്ടെങ്കിൽ, മൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഓക്സിജൻ കട്ട് ഓഫ് ആവും. അതല്ലെങ്കിൽ കിച്ചണിൽ എന്ത് വേണം? സാധാരണ ഫയർ ബ്ലാങ്കറ്റുകൾ സൂക്ഷിക്കും. ആ ഫയർ ബ്ലാങ്കറ്റ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യും? വെക്കും. അങ്ങനെ അണയ്ക്കാം. അതല്ലെങ്കിൽ വെറ്റ് കെമിക്കൽ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് വേണം. ഇപ്പോൾ ക്ലാസ് ഓഫ് ഫയർ, ഏതെല്ലാം തരം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ കണ്ടു ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ മേലെ ABC അല്ലെങ്കിൽ പല ലെറ്റേഴ്സിലും സിമ്പലിലും ഒക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ചത് കണ്ടില്ലേ? ഇതെന്താണ്? ഇവിടെ നോക്കൂ, ക്ലാസ് A വാട്ടർ, ക്ലാസ് B വാട്ടർ, ക്ലാസ് A വാട്ടർ, ഫോം ആൻഡ് ഡ്രൈ പൗഡർ ആൻഡ് CO2,
Class B, dry powder, CO2 and foam. Class C, dry powder, CO2 and foam. ഇതിൽ മൂന്നിലും കോമൺ ആയിട്ട് വന്നതാണ് എന്ത്? CO2 ആൻഡ് ഡ്രൈ പൗഡർ. CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഡ്രൈ പൗഡർ. അപ്പോൾ ഇത് പല ക്ലാസ്സസിനും പല ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആയതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമുക്ക് മൂന്നും കോമൺ ആയിട്ടുള്ള മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് ഒട്ടുമുക്ക ഇൻഡസ്ട്രികളിലും നിങ്ങൾക്ക് കാണാം കാർബൺ ഡൈ ഓക്സൈഡും CO2 ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ടർ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലോകത്ത് വിൽപ്പന നടക്കുന്നതും 70% കാർബൺ ഡൈ ഓക്സൈഡും CO2 ആണ്. കാരണം അതൊരു മൾട്ടി പർപ്പസ് ആണ്, നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ക്ലാസ് എക്ക് പറ്റും, ക്ലാസ് ബിക്ക് പറ്റും, ക്ലാസ് സിക്ക് പറ്റും. ആ മൾട്ടി പർപ്പസ് ആണ് എന്ത്? ഈ ഡ്രൈ പൗഡർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നിങ്ങൾ പോകുന്ന ഇൻഡസ്ട്രിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ രണ്ട് തരം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് പർച്ചേസ് ചെയ്യുക. പിന്നെ ഫ്യൂവൽ സ്റ്റോറേജ് ഏരിയ, കെമിക്കൽ സ്റ്റോറേജ് ഏരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഫോം ടൈപ്പ് ഉപയോഗിക്കാം. കാരണം ലിക്വിഡ് ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഏറ്റവും നല്ല മീഡിയയാണ് എന്ത്? ഫോം ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. അതേപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റംസിന് തീ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡ്രൈ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡ്രൈ പൗഡറിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വെറും ഒരു പൗഡർ അല്ല, അത് പോയി എവിടെയാണോ അത് നിക്ഷേപിക്കുന്നത് അവിടെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ കൂളിങ്ങിലൂടെയും സ്മോദറിങ്ങിലൂടെയും എല്ലാം എന്ത് ചെയ്യും? അത് ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യും. അതുകൊണ്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെന്ന് വീഴുന്ന ബോഡിയിൽ അത് ഒട്ടിപ്പിടിക്കും, പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ മേലേക്ക് നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ ആ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കേടുവരും. അതുകൊണ്ട് എപ്പോഴും നല്ലത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ മേലെ. അത് മതിയ. നമ്മളുടെ എയിം എക്യുപ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ എയിം ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുക എന്നുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതെ വരികയോ തീർന്നു പോവുകയോ ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും ഡ്രൈ പൗഡർ ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് മൾട്ടി പർപ്പസായ ഇത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓഷ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ആ ക്ലാസ് സിയിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇലക്ട്രിക്കൽ ഫയർ ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഡ്രൈ പൗഡർ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാം. ഫയർ എക്സ്റ്റിംഗ്വിഷർ പ്ലേസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇപ്പോൾ ഓൾറെഡി. അത് വെക്കേണ്ട സ്ഥലം, സിറ്റിംഗ് ഓഫ് എക്സ്റ്റിംഗ്വിഷേഴ്സ്, ദ ലൊക്കേഷൻ ഷുഡ് ബി കോൺസ്പീക്കസ്, അതായത് വ്യക്തമായി കാണുന്ന സ്ഥലത്തായിരിക്കണം. വ്യക്തമായി മനസ്സിലാവുന്ന കാണുന്ന സ്ഥലത്ത്. റെഡിലി വിസിബിൾ ഓൺ എസ്കേപ്പ് റൂട്ട്സ്, പ്രോപ്പർലി മൗണ്ടഡ്, അതായത് അതിൻ്റെ ഹാൻഡിൽ ഹൈറ്റ് 110 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്റർ 10 സെൻറ്റി, മാക്സിമം 1.50 വരെ പോകാം. ആക്സസിബിൾ. അപ്പോൾ രണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് റിസ്ക് അസസ്മെൻറ്റ് വഴിയാണ്. അതല്ലെങ്കിൽ ഒരു തമ്പ് ഓഫ് റൂൾ 30 മീറ്റർ അല്ലെ 22.5 മീറ്റർ നമുക്ക് വെക്കാം. നിയർ ദ സ്പെസിഫിക് ഫയർ ഹസാർഡ്സ്, ഫയർ ഹസാർഡ്സിൻ്റെ അടുത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൊടുത്തിരിക്കണം. എക്സാമ്പിൾ ഡീസൽ സ്റ്റോറേജ് ഏരിയ പോലുള്ള പെട്രോൾ അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് നമ്മൾ ആവശ്യത്തിന് കൊടുത്തിരിക്കണം. ഡീസൽ സ്റ്റോറേജ് ഏരിയ അല്ലെ പെട്രോൾ സ്റ്റോറേജ് ഏരിയയിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ആ സ്റ്റോറേജിൻ്റെ അടുത്ത് നിന്ന് മിനിമം ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിൽ വേണം വെക്കാൻ. കാരണം അവിടെ ഒരു ഫയർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു 3 മീറ്റർ അടുത്തുനിന്ന് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? അത് ഇത് ചെയ്യാം. എപ്പോഴും ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുമ്പോൾ ഫയറിൽ നിന്ന് ഒരു 2 മീറ്റർ ദൂരെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഇത് അപ്ലൈ ചെയ്യാം. നമ്മളൊരു റൂമിലാണ് ഫയറെങ്കിൽ നമുക്ക് എന്ത് വേണം? പിന്നെ ഡോറിൻ്റെ ഭാഗത്തേക്ക് നിന്നിട്ട് വേണം നമ്മൾ അടിക്കാൻ. കാരണം അവിടെ ഫയർ സ്പ്രെഡ് ആവുകയാണെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആവാനുള്ള ഒരു മാർഗം അവിടെ വേണം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അതല്ല നമ്മളൊരു ഓപ്പൺ ഏരിയയിലാണെങ്കിൽ ഫയർ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ നിന്നിട്ട് വേണം നമ്മൾ അടിക്കാൻ. ഇപ്പോൾ വിൻഡ് പോകുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? അടിക്കാൻ.
അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ വിൻഡ് നമ്മുടെ മേലേക്ക് ഫയറിനെ കൊണ്ടുവരും. അത് ഒഴിവാക്കാൻ അതേ ഡയറക്ഷനിൽ നിന്നിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ആ അക്രോണിം ഞാൻ പറഞ്ഞു, പാസ്. എന്താണ് പാസ്? പുൾ ദ പിൻ, സേഫ്റ്റി പിൻ, എയിം ടു ദ ബേസ് ഓഫ് ദ ഫയർ, സ്ക്വീസ് ദ ഹാൻഡിൽ, സ്വീപ്പ് സൈഡ് ടു സൈഡ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിൻ്റെ ഈ ഗേജിനെ പറ്റി, ഈ സേഫ്റ്റി പിന്നിനെ പറ്റി. ഇതാണ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൻ്റെ ഹോൺ, അല്ലെങ്കിൽ ഈ മോഡലായിരിക്കും അതിൻ്റെ ഹോൺ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് നിങ്ങളുടെ കൈ വരാൻ പാടില്ല. നമ്മൾ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ ചെയ്യാറുണ്ട്. ഇതെല്ലാം ലീഗൽ റിക്വയർമെൻറ്റ്സ് ആണ്. നമുക്ക് വൺ ബൈ വൺ നോക്കാം. നോക്കൂ, ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൽ ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്മോക്ക് അതിൽ നിന്ന് ഇവോൾവ് ചെയ്യും. ആ സ്മോക്ക് വന്ന് ഇതിൽ ടച്ച് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അയോൺസ് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, അലാം ഉണ്ടാക്കും. അലാം. അതല്ലെങ്കിൽ മറ്റൊരു സ്മോക്ക് ഡിറ്റക്ടറാണ് ഇത്. അതേപോലെ ഫയർ ഡിറ്റക്ടർ, ഹീറ്റ് ഡിറ്റക്ടർ, അങ്ങനെ പലതരം ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ഈ തരം ഡിറ്റക്ടേഴ്സ് എന്ത് ചെയ്യും, അത് ഐഡൻറ്റിഫൈ ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്ത് അലാം, ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അലാം കൊടുക്കും. ഫയർ ഉണ്ടായി എന്നുള്ള അലേർട്ട് കിട്ടും. പിന്നെ അങ്ങനെ നമുക്കറിയാൻ പറ്റും. അതേപോലെ വേറെയും കുറേ സാധനങ്ങളുണ്ട്, ഞാൻ പറയാം. നമ്മളങ്ങനെ ഒരു ഫയർ ആരെങ്കിലും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ ഒരു ഫയർ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അലാം ഉണ്ടാക്കണം, അലാം അടിക്കണം. കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടുന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത, ചാൻസ് കൊടുക്കണം. അങ്ങനെ അതിനുവേണ്ടി പലതരം അലാം മെത്തേഡുകൾ ഉപയോഗിക്കും. ഇതൊന്ന് ഫയർ ബ്രേക്കിംഗ് ഗ്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബിൽഡിങ്ങുകളിലെല്ലാം വരുമ്പോൾ കോറിഡോറുകളിലും എല്ലാം ഇത്തരം ഗ്ലാസ്സുകൾ, അത് നമ്മൾ വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ എന്ത് ആ ഗ്ലാസ് ബ്രേക്ക് ആകുകയും അത് അലാം അടിക്കുകയും ചെയ്യും. ഇത്തരം കൊടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, ചില ഓപ്പൺ ഏരിയകളിൽ നമ്മൾ വർക്കുണ്ടാവും. അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഫയർ അലാം കൊടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ അത് കൊടുക്കാൻ കഴിയില്ല. അത്തരം സമയങ്ങളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ കൊടുക്കുന്ന മാനുവൽ ഫയർ അലാം, ഹാൻഡ് ഓപ്പറേറ്റീവ് അലാമാണ് ഇത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പിടിച്ച് കറക്കുന്നു. അതിൻ്റെ ഹാൻഡിൽ പിടിച്ച് കറക്കുമ്പോൾ വലിയ അലാമുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയർ 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 എന്ന് ഷൗട്ട് ചെയ്യാം. ഈ അലാമുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ കാണുന്ന ആൾ എന്ത് ചെയ്യണം, ഫയർ ഫയർ എന്ന് എന്ത് ചെയ്യണം, ഷൗട്ട് ചെയ്യണം. മറ്റൊരു മെത്തേഡാണ് ഫയർ ബ്ലാങ്കറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, കിച്ചണുകൾ അതേപോലുള്ള കോറിഡോറുകളിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫയർ ബ്ലാങ്കറ്റുകൾ കാണാം. ഈ ഫയർ ബ്ലാങ്കറ്റ് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ പോയി ഇതിൻ്റെ ഈ രണ്ട് ഇതില്ല അത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുള്ളി ചെയ്യണം, താഴോട്ട് വലിക്കണം. എന്നിട്ട് നമ്മുടെ കൈ അതിനുള്ളിൽ ചുരുട്ടി പിടിക്കണം. ചുരുട്ടി പിടിച്ചിട്ട് വേണം ഇത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേണം ഇടാൻ. അല്ലാതെ ഒരിക്കലും ഈ മോഷനിൽ ഇടാൻ പാടില്ല. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേണം അതിൻ്റെ മേലേക്ക്. അത് ചെറിയ പാനുകൾ, അടുക്ക കിച്ചൺ പോലുള്ള സാധനങ്ങൾ, അതിലൊക്കെ തീ പിടിച്ചാലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ ഫയർ ബ്ലാങ്കറ്റ് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കും. നമ്മൾ ഹോട്ട് വർക്കുകളോ മറ്റുള്ള അതേപോലെ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള കമ്പ്യൂസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, മറ്റുള്ള ഡീസൽ പെട്രോൾ പോലുള്ള സാധനങ്ങളല്ല, കമ്പ്യൂസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് വെക്കാം. അതിൻ്റെ മേലേക്ക് വല്ല സ്പാർക്കെല്ലാം അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കവർ ചെയ്യാം. അത്തരം 2-3 പർപ്പസാണ് ഫയർ ബ്ലാങ്കറ്റിനുള്ളത്. ഫയർ ഹോസ് റീൽ, ഈ റീലുകൾ നിങ്ങൾക്ക് ഈ വലിയ ബിൽഡിങ്ങുകളുടെ കോറിഡോറുകളിലെല്ലാം കാണാം. ഇത് ഒരു ഇതിലൊരു നോസിലുണ്ട്. ആ നോസിൽ പിടിച്ച് തിരിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകും. ഇതിൻ്റെ പ്രഷറുമായി ബന്ധപ്പെട്ട ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ അതിൻ്റെ പമ്പ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സ്റ്റാർട്ടാവും. അങ്ങനെ ആ ഏരിയയിലുള്ള ഫയർ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപയോഗിച്ച് അണയ്ക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് സ്പ്രിങ്ക്ലേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം.
റൂമുകളിൽ, വെയർഹൗസുകളിലെല്ലാം ഇത്തരം ഒരു സാധനം, ഇത് ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലറാണ്. ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വെയർഹൗസിൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ടെമ്പറേച്ചർ മുകളിലേക്ക് പോകും. അങ്ങനെ ഈ ലിക്വിഡ് ഈ ഒരു ബൾബിൻ്റെ ഉള്ളിൽ കൊടുത്ത ഈ ലിക്വിഡ് പല ടെമ്പറേച്ചറിൽ ബ്രേക്ക് ആവുന്ന സാധനമാണ്. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, വെള്ളം താഴേക്ക് ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും, പമ്പ് ചെയ്യും. ഹൈ പ്രഷറിൽ സാധാരണ ഈ റെഡ് കളറിലുള്ളതാണെങ്കിൽ ഏകദേശം 65 ഡിഗ്രി ടെമ്പറേച്ചർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആവും. ഇത് മറ്റു ചില കളേഴ്സ് ഉണ്ട്. യെല്ലോ ആണെങ്കിൽ ഏകദേശം 35 ഡിഗ്രിയിൽ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ആവും. മറ്റ് ഗ്രീൻ കളറുണ്ട്, ഏകദേശം 90 ഡിഗ്രിയിൽ 80 to 90 ഡിഗ്രിയിൽ ബ്രേക്ക് ആവുന്നത്. അത് ഓരോ ലിക്വിഡ് അതിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവിടെ എന്ത് ചെയ്യും, ഇത് മാറിക്കൊണ്ടിരിക്കും. വെയർ ഹൗസുകളിൽ, ഓഫീസ് റൂമുകളിലൊക്കെ ടെമ്പറേച്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്. അങ്ങനെ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇതിന് ഹൈ പ്രഷറിൽ വെള്ളം ഇതിലേക്ക് പമ്പ് ചെയ്യും. ഇവിടെ നിന്ന് 4 ഭാഗത്തേക്കും ഇതെന്ത് ചെയ്യും, സ്പ്രെഡ് ആവും. ആ റൂമിൻ്റെ സൈസ്, അവിടെയുള്ള മെറ്റീരിയൽസ് ഇതെല്ലാം അനുസരിച്ച് ഇതെന്ത് ചെയ്യും, ഇതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇതിൽ നിന്ന് സ്പ്രെഡാവുന്ന, ഇതിലേക്ക് ജെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ നിന്ന് സ്പ്രെഡാവുന്ന 4 ഭാഗത്തേക്കും എന്ത് ചെയ്യും, ഇത് വെള്ളം സ്പ്രെഡാവും. ആ സ്പ്രെഡാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫയർ ഹൈഡ്രൻസ് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ റോഡിൽ ഗവൺമെൻറ് ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ എല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേരാണ് ഫയർ ഹൈഡ്രൻറ്റ്. അതായത് സിവിൽ ഡിഫൻസ്, ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന വെള്ളം മതിയാവാതെ വന്നു കഴിഞ്ഞാൽ അവർ ഈ പബ്ലിക് ലൈനിലേക്ക് കണക്ട് ചെയ്ത് അവർക്ക് വേണ്ട വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന മുൻകരുതലുകളാണ് ഇത്, ഫയർ ഹൈഡ്രൻസ്. ഫയർ സൈൻസ്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഫയർ സൈനുകൾ കൊടുക്കണം, പലതരത്തിലുള്ള ഫയർ സൈനുകൾ കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും. ഞാനിപ്പോൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കാനുള്ള ഫയർ സൈൻസാണ്. നമ്മൾ മറ്റൊരു സൈനാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു കെമിക്കൽസ്, അതിൻ്റെ കൂടെ ഒരു കാറ്റലോഗ് ഉണ്ടാവും. എന്താണ് അതിൻ്റെ പേര്? NFP, അതിൻ്റെ പേര് SDS അല്ലെങ്കിൽ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. അതിൽ ഫയറിനെ പറ്റി എല്ലാം പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ മേലെ ലേബൽ ചെയ്യണം എന്നുള്ളത് ഒരു ലീഗൽ റിക്വയർമെൻ്റ് ആണ്. ആ പ്രോഡക്റ്റ് എന്താണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അത് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റിന് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങൾ ഓരോ പ്രോഡക്റ്റിൻ്റെ മേലെയും ലേബൽ ചെയ്യണം എന്നുള്ളത് GHS ഗ്ലോബൽ ഹാർമോണൈസ്ഡ് സിസ്റ്റം, യുണൈറ്റഡ് നേഷൻ്റെ റിക്വയർമെൻ്റ് ആണ്. ഇത് NFPA അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ ഉപയോഗിക്കുന്ന ഒരു ലേബലാണ്. നോക്കൂ, ഇതിൽ ഈ റെഡ് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഫയർ ഹസാർഡാണ്. ഈ സാധനം ഫയർ ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് 0 മുതൽ താഴോട്ട് പല റേഞ്ചുകളിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഫയർ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണോ അതല്ലെങ്കിൽ എക്സ്ട്രീംലി ഫ്ലെയിമബിൾ ആണോ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് ഹെൽത്ത് ഹസാർഡാണ്, ഇത് റിയാക്ടിവിറ്റിയാണ്, ഇത് മറ്റുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയി പഠിക്കും. പക്ഷേ ഇപ്പോൾ ഇത് മനസ്സിലാക്കുക, ഈ റെഡ് കളർ ഇത് ഫയറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും അതിൻ്റെ മേലെ ഈ ഡയമണ്ട് ഉണ്ടെങ്കിൽ, അതിൽ ഈ റെഡ് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഈ ഏത് കാറ്റഗറിയിലാണ് ഇത് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. GHS ഗ്ലോബൽ ഹാർമോണൈസ്ഡ് സിമ്പിൾ, അവിടെ ഫ്ലെയിമബിൾ ആണോ ഒരു മെറ്റീരിയൽ എന്ന് കാണിക്കാനുള്ള അവരുടെ സിമ്പിളാണ് ഇത്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. മീൻസ് ഓഫ് എസ്കേപ്പ് ഫ്രം ഫയർ, ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരാൾക്ക് സ്വന്തം എസ്കേപ്പ് ചെയ്ത് ഒരു അസംബ്ലി പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു സേഫ് പ്ലേസിലേക്ക് എത്താനുള്ള മാർഗത്തെയാണ് എന്ത് പറയുന്നത്? മീൻസ് ഓഫ് എസ്കേപ്പ്. അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ അവിടെ കൊടുത്തിരിക്കണം. 45 ഒരു സ്ഥലത്ത് 1 എസ്കേപ്പ് റൂട്ടിൽ കൂടുതൽ എസ്കേപ്പ് റൂട്ടുകൾ ഉണ്ടെങ്കിൽ 2 എസ്കേപ്പ് റൂട്ടുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഒരാൾക്ക് ആ എസ്കേപ്പ് റൂട്ടിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ്
45 മീറ്ററിൽ കൂടാൻ പാടില്ല. ഇനി ഒരൊറ്റ എസ്കേപ്പ് റൂട്ടേ ഉള്ളൂ എങ്കിൽ അവിടെ 18 മീറ്ററിൽ കൂടാൻ പാടില്ല. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മറ്റുള്ള ഫയർ പ്രിപ്പയർനെസ്സിൽപ്പെട്ട ഒന്നാണ് എന്ത്? എമർജൻസി ലൈറ്റിംഗ്. മിനിമം 15 മീറ്റർ കത്താനുള്ള പവർ, ബാറ്ററി പവറുള്ള എമർജൻസി ലൈറ്റുകൾ കൊടുത്തിരിക്കണം. പിന്നെ സൈൻസ്, നമ്മൾക്ക് എക്സിറ്റ്, ഏത് വഴി നമുക്ക് പോവാം എന്നുള്ള ആരോ മാർക്കുകൾ കൊടുത്തിരിക്കുന്ന സൈൻ ബോർഡുകൾ നമ്മൾ കൊടുത്തിരിക്കണം. നമുക്ക് ഇൻഡസ്ട്രിയിൽ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു എസ്കേപ്പ് റൂട്ട്, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റൂട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. നമ്മൾ സാധാരണ ഇൻഡസ്ട്രിയിൽ കാണാം, എസ്കേപ്പ് റൂട്ട് ലീഗൽ റിക്വയർമെൻ്റ് ആയതുകൊണ്ട് കൊടുക്കും. പിറ്റേ ദിവസം തൊട്ട് അതിലെന്ത് ചെയ്യും? സാധനങ്ങൾ കൊണ്ടുപോയി നിറച്ച് ബ്ലോക്കാക്കി വെക്കും. ഒരിക്കലും ഒരു സേഫ്റ്റി പ്രാക്ടീഷണർ അത് അനുവദിക്കാൻ പാടില്ല. ഓരോ എംപ്ലോയിയും വർക്ക് ചെയ്യുന്ന ഓരോ സ്ഥലത്ത് നിന്നും എസ്കേപ്പ് റൂട്ടിലൂടെ അസംബ്ലി പോയിന്റിലേക്ക് എത്താനുള്ള ഒരു ക്ലിയർ വിസിബിൾ എസ്കേപ്പ് റൂട്ട് അവിടെ ഉണ്ടായിരിക്കണം. അത് പ്രോപ്പറായിട്ട് വെന്റിലേറ്റർ ആയിരിക്കണം, പ്രോപ്പറായിട്ട് ലൈറ്റ് ഉണ്ടായിരിക്കണം. എല്ലാ എംപ്ലോയീസിനും എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ എസ്കേപ്പ് ആവണം എന്നുള്ള കാര്യങ്ങൾ അത് ട്രെയിനിങ്ങിലൂടെ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കണം. അതുകൂടാതെ ഫ്രീക്വൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഫയർ ഡ്രില്ലുകൾ നടത്തണം. മോക്ക് ഡ്രിൽസ്, നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നുണ്ട്. മോക്ക് ഡ്രിൽ നടത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഒന്ന്, അതിലുള്ള ഓരോ എംപ്ലോയിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് കിട്ടും. രണ്ടാമത്തത്, ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ എംപ്ലോയീസ് അതിനോട് റിയാക്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു ലെസൺ ലേണിംഗ്, അതിലൂടെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എന്ത്? മോക്ക് ഡ്രില്ലിൻ്റെ ഗുണങ്ങൾ. അതുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഫ്രീക്വൻ്റ്ലി മോക്ക് ഡ്രിൽ നടത്തണം. അത് UK സ്റ്റാൻഡേർഡ് അനുസരിച്ച് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ, കൊല്ലത്തിൽ ഒരിക്കൽ മോക്ക് ഡ്രിൽ നടത്തണം, എമർജൻസി ഡ്രിൽ നടത്തണം. അത് പ്രിഫറബിൾ 6 മാസത്തിൽ നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. പല ഇൻഡസ്ട്രിയും 3 മാസത്തിൽ ഒരിക്കൽ പോലും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന ഇൻഡസ്ട്രിയിൽ നിർബന്ധമായിട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ എന്ത് ചെയ്യണം? മോക്ക് ഡ്രിൽ നടത്തണം. അതിന് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം, എന്നിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ അവിടെ എമർജൻസി എക്സിറ്റ്, ഈ കാര്യങ്ങളെല്ലാം ഒരു റിസ്ക് അസസ്മെന്റ് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് വേണം ഉണ്ടാക്കാൻ. കാരണം ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ വികലാംഗർ ഉണ്ടായിരിക്കാം, ഹാൻഡിക്യാപ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഹാൻഡിക്യാപ്പിംഗ്, ബോഡി ഏതെങ്കിലും പാർട്ട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന അവസ്ഥ മാത്രമല്ല. ഹിയറിംഗ് ഇമ്പയർമെന്റ്, അവർക്ക് കേൾക്കുന്നില്ലായിരിക്കാം, അല്ലെ ബ്ലൈൻഡ്, അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലംസ്. അത്തരം ആൾക്കാർ ഇത്തരം സിറ്റുവേഷനുകളിൽ എന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞോളണോ എന്നില്ല, അല്ലെങ്കിൽ അവരുടെ കാരണം മറ്റുള്ളവരും കൂടെ അപകടത്തിൽപ്പെട്ടേക്കാം. അതുകൊണ്ട് അത്തരം ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. പിന്നെ പ്രഗ്നന്റ് ലേഡീസ്, അത്തരം ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുത്ത് എന്നും അവിടെ കുറച്ച് ആൾക്കാരെ അസൈൻ ചെയ്തിരിക്കണം. ഇത്തരം സിറ്റുവേഷനുകളിൽ അവർ വേണം ഇവരെ സഹായിക്കാൻ. ഈ സൈൻ ബോർഡുകൾ UK സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇത് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ വൈറ്റ് സിംബൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അമേരിക്കൻ US സ്റ്റാൻഡേർഡ് അനുസരിച്ച് അത് റെഡ് സിഗ്നൽസ് ആണ്. നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ സാധാരണ റെഡ് സിഗ്നലാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമാ തിയേറ്ററുകളിലൊക്കെ എക്സിറ്റ് എന്ന് പറയുന്ന ഇത് കണ്ടിട്ടില്ലേ, റെഡ് കളറിൽ. ഫയർ എമർജൻസി അറേഞ്ച്മെന്റ്സ്, കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ജനറൽ ഇവാക്വേഷൻ പ്രൊസീജിയേഴ്സ്, ആ കമ്പനിയിൽ എന്ത് വേണം? ഒരു ഇവാക്വേഷൻ പ്രൊസീജിയർ, എമർജൻസി ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ഒരു ആക്ഷൻ എമർജൻസി ഉണ്ടായിരിക്കുമ്പോൾ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്ത ആൾക്കാരുണ്ടായിരിക്കണം. അപ്പോൾ അവർ അതേപോലെ പ്രവർത്തിക്കും. ഫങ്ഷൻ ഓഫ് ഫയർ വാർഡൻസ് ആൻഡ് ഫയർ മാർഷൽസ്, അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എൻഷുറിങ് all members of staff live by the designated escape routes.
Searching all areas, including toilets, to ensure that the area is clear. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണത്. അതായത് ഒരു എമർജൻസി നടക്കുമ്പോൾ വാഷ്റൂമുകളിലുള്ള ആൾക്കാർ പലപ്പോഴും ഇത് അറിയാറില്ല, പുറത്തെ സൗണ്ടും കാര്യങ്ങളും കേൾക്കാറില്ല. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ആൾക്കാർ മൊബൈൽ ഫോണും മറ്റുള്ള സാധനങ്ങളും ഉപയോഗിച്ച് അവിടെ എൻ്റർടൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് വാഷ്റൂമുകളിൽ പ്രത്യേകം എന്ത് ചെയ്യണം, ആൾക്കാർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എൻഷുറിങ് ദ ഫയർ എസ്കേപ്പ് റൂട്ട്സ് ആർ കെപ്റ്റ് ഓപ്പൺ ആൻഡ് ക്ലിയർ അറ്റ് ആൾ ടൈംസ്. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏതൊരു നിമിഷവും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം, ഒരു എമർജൻസി സംഭവിക്കാം. അതുകൊണ്ട് എല്ലാ സമയത്തും ഇത് ക്ലിയർ ആയിരിക്കാം. എൻഷുറിങ് ആൾ ഡോർസ് ആൻഡ് വിൻഡോസ് ആർ ക്ലോസ്ഡ് ഓൺ ലീവിങ് ദ ഏരിയ. ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, ലീവ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡോർ ക്ലോസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഫയർ ഡോർസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാം പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഡോറുകളാണ് ഉണ്ടാവുക. കണ്ടക്ടിങ് ദ റോൾ കോൾ അറ്റ് ദ അസംബ്ലി ഏരിയ. ഈ എസ്കേപ്പായി വരുന്ന ആൾക്കാരെല്ലാം അസംബിൾ ആവാൻ സേഫ് ആയിട്ടുള്ള ഒരു അസംബ്ലി പോയിന്റ് ഉണ്ടായിരിക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ റോൾ കോൾ നടത്തണം. നമുക്കറിയാം അവിടെ ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. മീറ്റിംഗ് ദ എമർജൻസി സർവീസ് ഓൺ അറൈവൽ ആൻഡ് ഇൻഫോമിംഗ് ദം ഓഫ് ആൾ റിലവൻറ്റ് ഡീറ്റെയിൽസ്. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എമർജൻസി ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം, അറിയിക്കണം. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ഒരു ഫയർ മാർഷൽ അല്ലെങ്കിൽ ഒരു ഫയർ ഫൈറ്റർ അല്ലെങ്കിൽ ഫയർ വാർഡൻ എന്ന വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ ലീഗൽ റിക്വയർമെൻ്റ് ആയിട്ട് അവിടെ എത്ര എംപ്ലോയീസ് ഉണ്ടോ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് എന്ത് വേണം, ഈ ട്രെയിനിങ്സ് കഴിഞ്ഞിരിക്കണം എന്നുള്ള നിയമമുണ്ട്. പോസ്റ്റ് ഇവാക്യുവേഷൻ ഡീബ്രീഫിംഗ്. ഫയർ ഡ്രിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ, ബട്ട് ഇറ്റ് ഈസ് പ്രിഫറബിളി ട്വൈസ് എ ഇയർ. നമുക്ക് ഇവാക്യുവേഷൻ ടൈം എത്രയാണ്? ഒരു ഇവാക്യുവേഷൻ ടൈം കമ്പ്യൂസ്റ്റബിൾ കൺസ്ട്രക്ഷൻ അവിടെ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇവാക്യുവേഷൻ നടന്നിരിക്കണം. നോൺ കമ്പ്യൂസ്റ്റബിൾ കൺസ്ട്രക്ഷൻ അവിടെ 3 മിനിറ്റിനുള്ളിൽ ഇവാക്യുവേഷൻ നടന്നിരിക്കണം. അതാണ് കണക്ക്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഹൈ റൈസ്ഡ് ബിൽഡിങ്ങിൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഹൈ റൈസ്ഡ് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഈ 2 മിനിറ്റിൻ്റെ അല്ലെ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവാക്യുവേഷൻ പലപ്പോഴും കഴിയാറില്ല. അങ്ങനെ പല അപകടങ്ങളും ഒരുപാട് പേര് നമ്മൾക്കറിയാം. ഇന്ന് ലോകത്തുള്ള വലിയ ബിൽഡിങ്ങുകളെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ ഫയർ കാരണം ഒരുപാട് പേര് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ബിൽഡിംഗ് ഉണ്ടായതിൻ്റെ ശേഷം ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവിടുത്തെ ഫയർ പ്രിപ്പയർനെസ് എന്തൊക്കെയാണ് നോക്കൂ. അവിടെ ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഓരോ ഫ്ലോറിലും ആ ഫയർ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫയർ റിട്ടാർഡഡ് വാൾസ് ആയിരിക്കും. അതായത് അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ സമയത്തേക്ക് തീ പാസ് ചെയ്യാത്ത പിടിക്കാത്ത വാളുകളും സംവിധാനങ്ങളും ഉണ്ടാവും. അവർക്ക് ആവശ്യത്തിനുള്ള സ്റ്റെയർ ഗേസുകൾ, ഫയർ എമർജൻസി സ്റ്റെയർ ഗേസിന് ഒരു ആക്സസിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഫ്ലോറിൽ നിന്ന് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ലാൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ടിലേക്ക് എത്താം. മറ്റൊരു ഫ്ലോറുമായി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. അത്തരം സ്റ്റെയർ ഗേസുകളുണ്ട്. പിന്നെ ഫയർ പിടിക്കാത്ത ഫയർ ഇത് ചെയ്യാത്ത ലിഫ്റ്റുകളുണ്ട് അവിടെ. സാധാരണ ഒരു ഇൻഡസ്ട്രിയിൽ ഫയർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ലിഫ്റ്റും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഷോർട്ട് സർക്യൂട്ട് വഴി എന്ത് സംഭവിക്കും, ഇലക്ട്രിസിറ്റി കട്ടാവും. പിന്നെ ഈ ഫയർ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഫയർ അലാം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ലിഫ്റ്റിലാണെങ്കിൽ തൊട്ടടുത്ത ഫ്ലോറിൽ അത് വന്ന് നിൽക്കും. അവിടെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഇറങ്ങി ഫയർ എക്സിറ്റിലൂടെ, എമർജൻസി എക്സിറ്റിലൂടെ വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ. അപ്പോൾ ഹൈ റൈസ്ഡ് ബിൽഡിങ്ങുകളിലെല്ലാം അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ എല്ലാ ബിൽഡിങ്ങുകൾക്കും ഹൈ റൈസ്ഡ് ബിൽഡിങ്ങിക്ക് ഹെലിപ്പാഡ് വേണമെന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ മുകളിലൂടെയും എന്ത് ചെയ്യും, ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യിക്കാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. A detailed risk assessment should be prepared as per the fire risk of the organization. പിന്നെ സ്റ്റോറേജ് ഓഫ് ദ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് എപ്പോഴും എന്ത് വേണം, വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം ചെയ്യാൻ.
അതിന് വേണ്ടുന്ന സ്റ്റോർ ചെയ്യാൻ വേണ്ട എല്ലാ പ്രിക്കോഷൻസും എടുക്കണം. കഴിയുന്നതും സ്റ്റോറേജ് എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. ഉപയോഗിക്കുന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള സൈൻ ബോർഡുകളും നോ സ്മോക്കിംഗ് ബോർഡുകളും ബാരിക്കേഡിങ്ങുകളും എല്ലാം കൊടുക്കണം. പിന്നെ ഡീസൽ പെട്രോൾ പോലുള്ള സാധനങ്ങളാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അതിന് ഡ്രിപ്പ് ട്രേ കൊടുക്കണം. ചെറിയ ക്വാണ്ടിറ്റിയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ. വലിയ ക്വാണ്ടിറ്റിയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ ചുറ്റും എന്ത് വേണം, ഒരു ബണ്ട് വാൾ, പിന്നെ ഒരു ഇംപെർമിയബിൾ ആയിട്ടുള്ള ഒരു ഫ്ലോർ കൊടുക്കണം. അതായത് പെട്രോളൊന്നും അല്ലെ ഡീസലൊന്നും താഴോട്ട് ഊർന്നു പോവാത്ത നല്ല ഒരു ഫ്ലോറിങ് കൊടുക്കണം. ചുറ്റുവട്ടത്ത് ഒരു ബണ്ട് വാൾ കൊടുക്കണം. ഈ ബണ്ട് വാൾ എത്രയാണോ ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ 10% കൂടെ കണ്ടെയ്ൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതായത് 110% ടോട്ടൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ആ ബണ്ട് വാളിൽ. പിന്നെ അവിടെ സൈൻ ബോർഡുകൾ കൊടുക്കണം, ആവശ്യത്തിന് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എല്ലാം കൊടുക്കണം. ആ ഏരിയയിൽ അഡിക്വേറ്റ് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ട്രെയിൻഡ് കോമ്പിറ്റൻറ്റ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അത്തരം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ. പിന്നെ ഈ തീ പിടിക്കാനുള്ള സാധ്യതയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ച് പെട്രോളിയം ഇൻഡസ്ട്രികളിൽ അവിടെ ഹൈഡ്രോ കാർബൺസ്, തീ പിടിക്കാൻ സാധ്യതയുള്ള ഗ്യാസുകൾ എപ്പോഴും ഉണ്ടാവാമോ, ചില സമയങ്ങളിൽ ഉണ്ടാവാമോ, അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ലയോ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻറ്റ് സോൺസ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സോൺ എന്ന് നമുക്കൊന്ന് നോക്കാം. സോൺ 0, an area in which an explosive gas atmosphere is present continuously or for long periods. എപ്പോഴും അവിടെ തീ പിടിക്കാൻ സാധ്യതയുള്ള ഗ്യാസുകൾ ഉണ്ടാവും. സോൺ 1, an area in which an explosive gas atmosphere is likely to occur in normal operation. അവിടെ നോർമൽ ഓപ്പറേഷൻ്റെ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോൺ 2, an area in which an explosive gas atmosphere is not likely to occur in normal operation, and if it occurs will only exist for a short time. അപ്പോൾ നോർമൽ ഓപ്പറേഷൻ ടൈമിന് അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അത്തരം സോണുകൾ സോൺ 2 എന്ന് പറയും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഈ ട്രെയിനിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ മെയിൻ പോയിന്റുകളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒരു ഫയർ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്യാം. 2 കണ്ടീഷൻ നമുക്ക് കാണാം. ചെറിയ ഫയർ കാണാം, മോഡറേറ്റ്ലി കുറച്ച് വലിയ ഫയർ കാണാം. സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഇതെടുത്ത് എന്ത് ചെയ്യാം, അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്യാം. അത് കുറച്ചുകൂടെ വലുതാണെങ്കിൽ എക്സ്റ്റിംഗ്വിഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസേൺ ഉറപ്പുവരുത്തി റിപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. വലിയ ഫയർ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അത് അൺകൺട്രോൾഡായി മാറാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോയി എന്ത് ചെയ്യുക, അലാം അടിക്കുക. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടും. ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാം, നമുക്ക് എമർജൻസിയിലേക്ക് വിളിക്കാം. അതുകൊണ്ട് എല്ലാവർക്കും എമർജൻസി നമ്പർ, അതാത് രാജ്യത്തെ എമർജൻസി നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ സിവിൽ ഡിഫൻസ് ഫയർഫോഴ്സ് 101 ആണ്. അതേപോലെ UAE-ലാണെങ്കിൽ അത് 999 ആണ്. അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ നമ്പറുണ്ടാവും. ആ നമ്പറിലേക്ക്, ഹോട്ട് ലൈനിലേക്ക് വിളിച്ചറിയിക്കുക. സ്ഥലം, എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ പറയണം. കൂടെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് കൊണ്ടുവരിക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ ശ്രമിക്കുക. എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല, അത് സ്പ്രെഡ് ആവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് ലീവ് ചെയ്യുക, നേരെ അസംബ്ലി പോയിന്റിൽ പോവുക. ഇതിന് എക്സ്പേർട്ട് ടീം, എമർജൻസി ടീം വന്ന് അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കുക. എല്ലാവരെയും അതിന് സജ്ജരാക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഞാൻ അതിന് ആൻസർ തരുന്നതായിരിക്കും. എല്ലാവർക്കും സഹയുടെ പേരിൽ, സേഫ്റ്റി എൻവയോൺമെൻറ്റൽ ആൻഡ് ഹെൽത്ത് അക്കാഡമി പാഴൂരിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു.